ശ്രീമദ് ഭാഗവതം ക്ലാസ് 313 സ്കന്ധം 11 21 അധ്യായം. ദ്രവ്യ ദേശാദി ഗുണദോഷ വർണ്ണനം. അപ്പോൾ ലോകം രണ്ടുണ്ട്. ഒന്ന് ഭൗതിക ലോകം, ഒന്ന് ആത്മീയ ലോകം. ആത്മീയ ലോകം എന്ന് പറയുന്നത് പരാസയൻസുമായിട്ട് ബന്ധപ്പെട്ടത്, ബ്രഹ്മവുമായിട്ട്, പ്രപഞ്ചം ഏതിൽ നിന്നുണ്ടായോ അതുമായിട്ട് ബന്ധപ്പെട്ടത്. രണ്ടാമത്തത് അപരാ സയൻസ്, മോഡേൺ സയൻസ്, ആധുനിക സയൻസുമായിട്ട് ബന്ധപ്പെട്ട ലോകം. ഭൗതിക, നമ്മളിന്ന് ജീവിക്കുന്ന ലോകം, അത് മായയിൽ അധിഷ്ഠിതമാണ്. അപ്പോൾ മായയിൽ അധിഷ്ഠിതമായ വസ്തുക്കളുടെ ഗുണദോഷ വിവരണമാണ് ഇവിടെ പറയാൻ പോകുന്നത്. അതായത് നമ്മൾ ഇന്ന് ഉപയോഗിക്കുന്ന എല്ലാ വസ്തുക്കളുടെയും ഗുണദോഷ വർണ്ണന. ഗുണങ്ങളുള്ളത് ഈ വസ്തുക്കൾക്കാണ്. ബ്രഹ്മത്തിന്, ആത്മീയതക്ക് ഗുണമില്ല, അത് നിർഗുണമാണ്. അപ്പം നമ്മൾ ജീവിക്കുന്ന ഭൗതിക ലോകത്തിലായതുകൊണ്ട് അതിൻ്റെ ഗുണവും ദോഷത്തെ പറ്റിയും പറയുന്ന ഒരധ്യായമായിട്ട് ഇതിനെ കണ്ടാൽ അപ്പം നമുക്കതിലേക്ക് അടക്കാം. 1-2 ശ്രീകൃഷ്ണൻ പറയുകയാണ്, ഏതൊരാൾ ഭക്തി, ജ്ഞാനം, കർമ്മമാർഗം, നേരത്തെ പറഞ്ഞ ഭക്തി യോഗം, ഭക്തിമാർഗം, ജ്ഞാനമാർഗം, കർമ്മമാർഗം എന്നിവയുടെ അടിസ്ഥാനത്തിൽ ഞാൻ ഉപദേശിച്ച മാർഗത്തെ വിട്ട്, അതായത് ആത്മീയ വഴി, ബ്രഹ്മസാക്ഷാത്കാരത്തിൻ്റെ വഴി വിട്ട് അസ്ഥിരമായ, സ്ഥിരമല്ലാത്തത്, സ്ഥിരമായിട്ടുള്ളത് ബ്രഹ്മമേ ഉള്ളൂ, അതുകൊണ്ട് അത് സ്ഥിരമായ മാർഗം. ഈ ദ്രവ്യങ്ങളെല്ലാം ഉണ്ടായില്ലാതെയാകും, അതുകൊണ്ട് അസ്ഥിരമായ അവരുടെ ഇന്ദ്രിയങ്ങളെ കാമസുഖങ്ങൾ അനുഭവിക്കുന്നതിന് വേണ്ടി വിനിയോഗിക്കുന്നുവോ അവർ പല യോനികളിൽ ജനിക്കും. അപ്പം അടിസ്ഥാനപരമായിട്ട് ഭൗതിക ലോകത്തിനുമായിട്ടുള്ള വ്യത്യാസം പറയുകയാണ്. ആത്മീയ ലോകം, ആത്മീയ ലോകത്തിൽ പോയാൽ പിന്നെ ജനനവും ഇല്ല, മരണവും ഇല്ല. ഇപ്പോഴത്തെ ഭാഗത്താണെങ്കിൽ വിവിധ പലതരം യോനികളിൽ ജനിക്കും, അവർ ജനിച്ചു മരിച്ചു കൊണ്ടിരിക്കും. ഇതാണ് രണ്ടും തമ്മിലുള്ള അടിസ്ഥാനപരമായ വ്യത്യാസം. ബ്രഹ്മസാക്ഷാത്കാരം നേടിയ പിന്നെ ജനന മരണമില്ല. ഇപ്പോഴത്തെ സുഖദുഃഖങ്ങൾ അനുഭവിച്ചു പോവുകയാണെങ്കിൽ എന്നും ജനിക്കും, എന്നും മരിക്കും, അങ്ങനെ കഷ്ടപ്പെട്ട് നരകിച്ച് ജീവിക്കും. ജീവിതം എന്ന് പറയുന്നത് ദുഃഖമാണ്. അതുകൊണ്ട് അതിൽ അവരവരുടെ അധികാരത്തിൽ സ്ഥിതി ചെയ്യുന്നതാണ് ഗുണം. ഗുണദോഷമല്ല പറയുന്നത്. നമ്മൾ ജനിച്ചാൽ നമുക്ക് ആ അധികാരപ്പെട്ട സ്ഥാനത്ത് ഇരിക്കുക, താനിരിക്കേണ്ടടുത്ത് താനിരിക്കണം. ഒരു ബുദ്ധിയുള്ളവനാണെങ്കിൽ ആ ബുദ്ധി ഉപയോഗിച്ച് ജീവിക്കുക. നല്ല ശരീരം അധ്വാനിക്കാൻ കഴിവുള്ളവരാണെങ്കിൽ ആ തരത്തിലുള്ള കർമ്മങ്ങൾ ചെയ്ത് ജീവിക്കുക. അധികാരം വിട്ടു പോകരുത്. താനിരിക്കേണ്ടടുത്ത് താൻ തന്നെ ഇരിക്കണം. അല്ലെങ്കിൽ പട്ടികയിലിരിക്കുന്നു പറയുന്ന വഴിയുള്ള സംഗതിയാണ് ഈ പറയുന്നത്. അതാണ് ശരിയായ ഗുണം. നമ്മൾ ശരീരത്തിനും മനസ്സിനും യോജിച്ച് നമുക്ക് വിധിച്ച കർമ്മം നമ്മൾ ചെയ്യുക, അതാണ് ഗുണം. അസ്ഥിരമായിരിക്കുന്നത് ദോഷമാണ്. എന്നിട്ട് വേറെ പലതിൻ്റെ പിന്നാലെ ഓടി നടക്കുന്നതാണ് അസ്ഥിരം കൊണ്ട് ഉദ്ദേശിക്കുന്നത്, അത് ദോഷമാണ്. നമ്മളിപ്പോൾ പഠിക്കാൻ തന്നെ കുട്ടികളെ തള്ളി പിടിച്ചിട്ട് ഡൊണേഷനെല്ലാം കൊടുത്തിട്ട് ഡോക്ടർ, എഞ്ചിനീയർ ആക്കുന്നുണ്ട്. അത് ദോഷം തന്നെയാണ്. രാഷ്ട്രത്തിന് ഒരു ഗുണവുമില്ല. വെറുതെ ഡോക്ടർ എന്ന് പറഞ്ഞ് നടക്കാം, എഞ്ചിനീയർ എന്ന് നടക്കാമെന്നല്ലാതെ ഇങ്ങനെ തള്ളിപ്പിടിച്ചിട്ട് കൊണ്ടുപോയിട്ട് എന്താ കാര്യം? പഠിക്കാൻ ബുദ്ധിയുള്ളവർ എഞ്ചിനീയറിങ്ങിനും ഡോക്ടറുകളെല്ലാം പോകട്ടെ. അല്ലാതെ മാത്സിൻ്റെ അക്ഷരം അറിയാം, കൂട്ടാൻ പോലും അറിയാത്തവരെ പിടിച്ച് പിടിച്ചിട്ട് കൊണ്ടുപോയിട്ട്
മെഡിസിൻ എഞ്ചിനീയറിങ്ങിന് ചേർത്ത് കഴിഞ്ഞിട്ട് എന്ത് ചെയ്യാനാണ്? അതുകൊണ്ടാണ് സപ്ലിയിൽ കിടന്നിട്ട് നട്ടം തിരിയുന്നത്. മാത്സ് പേപ്പർ കിട്ടാത്തവരാണ് സപ്ലിയിൽ അധിക പേരും. അത് കുറച്ച് ബുദ്ധി ഉണ്ടെങ്കിലേ മാത്സ് ചെയ്യാൻ പറ്റും. ബൈഹാർട്ടാക്കിയിട്ടൊന്നും കൊണ്ട് ചാർത്തിക്കാൻ പറ്റില്ല. അപ്പം അത് അസ്ഥിരമായ അത്തരം പോക്കുകൾ ദോഷമാണ്. ഇനി വസ്തുക്കളെല്ലാം തുല്യമായിരുന്നാലും ഈ പ്രപഞ്ചത്തിലെ വസ്തുക്കളെല്ലാം യഥാർത്ഥത്തിൽ ബ്രഹ്മം തന്നെയാണെന്ന് നേരത്തെ പറഞ്ഞിട്ടുണ്ട്. കാണുന്നതെല്ലാം ബ്രഹ്മമാണ്. അപ്പം തുല്യമാണ്, ബ്രഹ്മം തന്നെയാണ് ഇതായിട്ട് മാറുന്നത്. പിന്നെ പല ഗുണമായിട്ട് പ്രകടമാകുന്നു. എങ്കിലും ഭൗതിക ലോകത്തിൽ ചിന്തിക്കുമ്പോൾ അങ്ങനെ ജീവിക്കാൻ പറ്റും. തെങ്ങുമാകുമ്പോൾ ഒന്നാണെന്ന് നിന്ന് ചിന്തിക്കാൻ പറ്റില്ല. ദ്രവ്യത്തിൻ്റെ വിചികിത്സകർക്ക് വേണ്ടി ശുദ്ധവും അശുദ്ധവും അത് ഫലമായി ഉണ്ടാകുന്ന ഫലവും ഗുണവും ദോഷവും. ഇപ്പം ശുദ്ധത്തിൽ എന്തായിട്ടിരിക്കാം? എല്ലാ വസ്തുക്കളെയും ശുദ്ധമെന്നും അശുദ്ധമെന്നും നമുക്ക് തോന്നുന്നുണ്ട്. അതിൻ്റെ ഫലമായിട്ട് ഗുണവും ഉണ്ടാകുന്നുണ്ട്, ദോഷവും ഉണ്ടാകുന്നുണ്ട്. അതിന് ഫലമായി ശുദ്ധ അശുദ്ധം എന്നെല്ലാം നമ്മളതിനെ തരം തിരിച്ചു വെക്കുന്നുണ്ട്. അപ്പം ഭൗതിക ലോകത്തിലുള്ളവർക്ക് വസ്തുക്കളെ ശുദ്ധം അശുദ്ധം എന്നെല്ലാം അതിൻ്റെ ഉപയോഗവുമായി ബന്ധപ്പെട്ട് നമ്മൾ വേർതിരിച്ച് കാണുന്നുണ്ട്. അപ്പം ഇതിനെ നിഷേധിക്കുകയല്ല. ആ ബ്രഹ്മം ഈ രൂപത്തിലേക്ക് മാറുമ്പോഴും നമ്മൾ ജീവിക്കുന്ന ഈ ലോകത്തിൽ ബന്ധിപ്പിച്ചുകൊണ്ടാണ്. അപ്പം ഈ ലോകത്തിൽ അതിനെ അവയുടെ ഉപയോഗമനുസരിച്ച് ഗുണമുള്ളതും ശുദ്ധവും അശുദ്ധവുമെല്ലാം ആയിട്ട് തിരിച്ചിട്ടുണ്ട്. ഇനി 4, അങ്ങനെയുണ്ടാകുന്ന ആചാരങ്ങളെല്ലാം നമ്മൾ എന്തെല്ലാം കർമ്മങ്ങൾ ചെയ്യുന്നുണ്ടോ, അപ്പം പല വസ്തുക്കൾ ഉപയോഗിച്ചിട്ടെല്ലാം കർമ്മങ്ങൾ ചെയ്യുക. അങ്ങനെയുള്ള കർമ്മങ്ങളെല്ലാം തന്നെ ധർമ്മത്തിലേക്ക് നയിക്കുന്നത് ശുദ്ധമെന്നും അത് നോക്കിയിട്ട് ശുദ്ധവും അശുദ്ധവും തീരുമാനിച്ചിട്ടുണ്ട്. ധർമ്മം എന്ന് പറയുന്നത് ലോക പുരോഗതിക്കായിട്ട് ലോകത്തിൻ്റെ നല്ല ആവശ്യത്തിന് വേണ്ടി ഉപയോഗിക്കുന്ന ധർമ്മമായിട്ട് എടുക്കാം. അതിവിടെ അങ്ങനെ പറഞ്ഞിട്ടില്ല, നമ്മൾ മുമ്പ് കണ്ട തന്നെയാണ്. അപ്പം ശുദ്ധമായിട്ട് എടുക്കാം. അത് അത്തരം ധർമ്മങ്ങളെ ശുദ്ധമായിട്ടും അല്ലാത്തതിനെ അശുദ്ധമായിട്ടും. അതുവഴി എന്തുണ്ടാവും? ഗുണവും ഉണ്ടാവും, ദോഷവും ഉണ്ടാവും. ശുദ്ധമായത് ഗുണം, അശുദ്ധമായത് ദോഷം. ഇതെങ്ങനെയാണ് ഉണ്ടാകുന്നത്? ലോക വ്യവഹാരത്തിനായി. ഇപ്പം ഈ ലോകത്തിൽ ജീവിക്കുമ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ട കർമ്മങ്ങളെയെല്ലാം ധർമ്മത്തിൻ്റെ അടിസ്ഥാനത്തിൽ ശുദ്ധവും അശുദ്ധവുമായിട്ട് തിരിച്ചിട്ടുണ്ട്. അതിൻ്റെ ഫലമായിട്ട് ഗുണവും ദോഷവുമായിട്ടും തിരിച്ചിട്ടുണ്ട് ഈ ജീവിതത്തിലെ വ്യവഹാരത്തിന് വേണ്ടി. അത് ആരാണ് ഉപദേശിച്ചിരിക്കുന്നത്? മനു മുതലായവർ ഉപദേശിച്ചിരിക്കുന്നു. ഏതിലൂടെയാണ് ഉപദേശിച്ചിരിക്കുന്നത്? വേദങ്ങളിലൂടെ. അതിനെപ്പറ്റിയാണ് പറയാൻ പോകുന്നത്. ബ്രഹ്മദേവൻ മുതലായ സ്ഥാപരമായ എല്ലാ പ്രാണികൾക്കും, ബ്രഹ്മദേവൻ തൊട്ടിട്ട് അവസാനം വരെ ഉണ്ടായ എല്ലാ പ്രാണികളും പഞ്ചഭൂതങ്ങളായ കൊണ്ടാണ് ശരീരം ആരംഭിച്ചിരിക്കുന്നത്. പഞ്ചഭൂതങ്ങളെ കൊണ്ടാണ് എല്ലാം നിർമ്മിച്ചിരിക്കുന്നത്. അതിന് കാരണമായ അതിനെ ആത്മാവുമായി ബന്ധിപ്പിച്ചിട്ട് പറയുന്നു. അങ്ങനെ ഉണ്ടാകുന്ന എല്ലാ ജീവജാലങ്ങളെയും ആത്മാവുമായിട്ട് ബന്ധിപ്പിച്ചിട്ടുണ്ട് എന്നിട്ടിട്ടാണ് പറയുന്നത്. അപ്പം നമ്മളുള്ളിലെല്ലാം ബ്രഹ്മാവിനെ ആയാലും എല്ലാത്തിൻ്റെ ആയാലും ഉള്ളിലൊരാത്മാവുണ്ട്. ആ ആത്മാവിനെയാണ് പഞ്ചഭൂതങ്ങളെ കൊണ്ട് നിർമ്മിച്ച ഈ ബ്രഹ്മാവ് തൊട്ടിട്ടുള്ള എല്ലാ പ്രാണികളെയും ഈ ആത്മാവുമായിട്ട് ബന്ധിപ്പിച്ചിട്ടാണ് പറയുന്നത്. കാരണം ആത്മാവുണ്ടെങ്കിലേ
ഗുണദോഷങ്ങൾ പറയുന്ന ഒരർത്ഥമുള്ളൂ. നമ്മളില്ലെങ്കിൽ പിന്നെ വസ്തുക്കൾക്ക് ഗുണവുമില്ല ദോഷവുമില്ല. ഈ വസ്തുക്കൾക്ക് ഗുണവും ദോഷവും പറയുന്ന ആരാണ്? നമ്മളാണ്. നമ്മളുണ്ടെങ്കിലേ വസ്തുക്കൾക്ക് ഗുണദോഷങ്ങളുള്ളൂ. നമ്മളുണ്ടാണ്ടെങ്കിൽ ഈ ആത്മാവ് ഈ ശരീരമായിട്ട് ബന്ധിപ്പിച്ച് നിൽക്കണം. ബന്ധിപ്പിച്ച് നിൽക്കുമ്പോഴേ ഗുണവും ദോഷവും വരുന്നുള്ളൂ. ഇനി ഇപ്പം ജീവജാലങ്ങൾ ഉണ്ടാകുമ്പോൾ ജീവജാലങ്ങൾക്ക് മുന്നോട്ടേക്ക് പോകാനുള്ള ഒരു വഴി പറഞ്ഞിട്ടുണ്ട്. എന്തെല്ലാണ്? ധർമ്മ, അർത്ഥ, കാമ, മോക്ഷം. ഈ മാർഗത്തിലൂടെയാണ് ലോകത്തിലുള്ള എല്ലാ ജീവജാലങ്ങളും ധർമ്മത്തിനനുസരിച്ച്, അർത്ഥത്തിനനുസരിച്ച്, കാമത്തിനനുസരിച്ച്, മോക്ഷം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതെല്ലാം വിട്ടുപോകുന്ന അവസ്ഥ. എല്ലാവരും മരിച്ചാൽ മോക്ഷം പ്രാപിക്കുക തന്നെ ചെയ്യും. മോക്ഷം എന്ന് പറഞ്ഞാൽ ആ അർത്ഥത്തിലല്ല. ഈ മോക്ഷം പ്രാപിക്കുന്നത് ഏതെങ്കിലും ഒരു ദേശത്തിലെ ആളല്ല. ജാതി മതത്തിൻ്റെ ഒന്നും അടിസ്ഥാനത്തിൽ ചിന്തിക്കരുത് മോക്ഷത്തെ. ഓരോ ആളെയും സൃഷ്ടിക്കുന്നത് കർമ്മം ചെയ്യാനാണ്. കർമ്മം തീരുമ്പോൾ അവനിൽ വിരക്തി ഉണ്ടായിട്ട് ബ്രഹ്മസാക്ഷാത്കാരം നേടും. അത് ഹിന്ദു എന്ന് പറയുന്നവരും മുസ്ലിം എന്ന് പറയുന്നവരും ക്രിസ്ത്യാനി എന്ന് പറയുന്ന എല്ലാ ജനങ്ങൾക്കും ബാധകമാണ്. അവൻ്റെ കർമ്മം തീരുമ്പോൾ അവന് ജീവിതത്തിന് മടുപ്പ് തോന്നും, അവൻ തിരിച്ച് വന്നെടുത്തേക്ക് പോകും. ഇതാണ് മോക്ഷം. അതുകൊണ്ട് അതിന് ജാതി മതമൊന്നും ഇല്ല. അപ്പം ഈ പുരുഷാർത്ഥങ്ങൾ സാധിക്കുവാനായിട്ട് ഇതിലൂടെയാണ് മനുഷ്യൻ മുന്നോട്ടേക്ക് പോകുന്നത്. ദേഹങ്ങളെല്ലാം സമാനമെങ്കിലും ഇപ്പം മനുഷ്യരാണെങ്കിൽ എല്ലാവരുടെ ദേഹങ്ങളും സമാനമാണ്. ഇല്ലെങ്കിൽ ഏത് ജീവജാലങ്ങളായാലും പഞ്ചഭൂതങ്ങളെ കൊണ്ടാണ് നിർമ്മിച്ചിരിക്കുന്നത്. അപ്പം സമാനങ്ങൾ തന്നെ. സമാനമെങ്കിലും നാമങ്ങളും രൂപങ്ങളുമായി വേദരൂപിയായ എന്നാൽ കൽപ്പിക്കപ്പെട്ടിരിക്കുന്നു. വേദത്തിൻ്റെ അടിസ്ഥാനത്തിൽ വേദരൂപിയായ ഞാൻ, വേദത്തിലൂടെ തന്നെയാണ് ഈ വസ്തുക്കൾക്കെല്ലാം നാമങ്ങളും രൂപങ്ങളും കൽപ്പിച്ചിരിക്കുന്നത്. വേദത്തിൽ അങ്ങനെയാണോ എന്ന് ചോദിച്ചാൽ അങ്ങനെ തന്നെയാണ്. ദേവത അഗ്നി, രൂപമുണ്ട് നാമമുണ്ട്. ദേവത ജലം, രൂപമുണ്ട് നാമമുണ്ട്. ദേവത വായു, രൂപമുണ്ട് നാമമുണ്ട്. അപ്പം ഇങ്ങനെ എല്ലാറ്റിനെയും നാമങ്ങളും രൂപങ്ങളും കൊടുത്തിട്ടാണ് വേദത്തിൽ ദേവതയായിട്ട് വർണ്ണിച്ചിരിക്കുന്നത്. അത് തന്നെയാണ് ആധുനിക സയൻസിലും നമ്മൾ അടിസ്ഥാന സയൻസ് എന്ന് പറഞ്ഞാൽ കെമിസ്ട്രിയാണ്. കെമിസ്ട്രി പഠിക്കുമ്പോൾ അധ്യായം 1 ഹൈഡ്രജൻ, അധ്യായം 2 ഓക്സിജൻ, ഇങ്ങനെയാണ് പഠിച്ചു പോകുന്നത്. അത് തന്നെയാണ് വേദത്തിൽ എഴുതിയിരിക്കുന്നത്. 1-ാമത്തെ അധ്യായത്തിൽ ദേവത അഗ്നി, 2-ാമത്തെ അധ്യായത്തിൽ ജലം, വായു, മരുത്തുക്കൾ, ഇങ്ങനെയെല്ലാം പോവുക. അത് ഏതിൻ്റെ അടിസ്ഥാനത്തിൽ? വേദത്തിൻ്റെ. അപ്പം വേദം എന്താണ്? സയൻസാണ്. സയൻസിൻ്റെ അടിസ്ഥാനത്തിൽ കൽപ്പിച്ചിരിക്കുന്നു. 7 ദേശം, കാലം, നിമിത്തം, ഫലം, അധികാരം എന്നിവയ്ക്കും നെല്ല് മുതലായ എല്ലാ വസ്തുക്കൾക്കും ദേശത്തിനനുസരിച്ച്, കാലത്തിനനുസരിച്ച്, നിമിത്തത്തിനനുസരിച്ച് ഫലം നൽകാൻ വേണ്ടിയിട്ട് ഓരോ അധികാരം ഉപയോഗിച്ച് പ്രകൃതിയിൽ എല്ലാറ്റിനും സങ്കോചം സംഭവിക്കുന്നതിന് വേണ്ടി, സങ്കോചം സംഭവിക്കുക എന്ന് വെച്ചാൽ ഓരോ വസ്തുക്കളും അത് നശിച്ചിട്ടാണ് വേറൊന്നായിട്ട് മാറുന്നത്. ഇപ്പം അരി നശിച്ചിട്ടാണ് ചോറാകുന്നത്. അപ്പോൾ ഓരോന്നിനും മറ്റൊന്നായി മാറാൻ വേണ്ടിയിട്ട് എന്നാൽ ഗുണദോഷങ്ങൾ വിധിക്കപ്പെട്ടിരിക്കുന്നു. എല്ലാ വസ്തുക്കൾക്കും ഗുണവും ദോഷവും വിധിക്കപ്പെട്ടിരിക്കുന്നു. അപ്പം ദോഷമുള്ള വസ്തുക്കളെ നമ്മൾ എന്ത് ചെയ്യും? ദോഷമെന്ന് പറയുമ്പോൾ നമുക്ക് ഗുണമില്ലാതെ, അതിനെ നമ്മൾ ഗുണമുള്ളതായിട്ട് മാറ്റി എടുക്കും. ഗുണമില്ലാത്ത സാധനം ഇപ്പം ചളി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കളിമണ്ണ്, ചളി, ഇതെല്ലാം ആ നിലയിൽ വലിയ ഗുണമൊന്നുമില്ല. പക്ഷെ അതിനെ നല്ല പാത്രങ്ങളാക്കിയിട്ട് നമ്മൾ മാറ്റിയെടുക്കും.
അതെല്ലാം ഗുണങ്ങളും ദോഷങ്ങളും അടിസ്ഥാനം. ദോഷമുള്ളതിനെ മാറ്റി ഗുണമുള്ളതാക്കിയിട്ട് തീർക്കും. ഇനി 8 ദേശങ്ങളിൽ കറുത്ത മാൻ ഇല്ലാത്ത ദേശവും. കറുത്ത മാനുള്ള ദേശത്തിന് പ്രത്യേകതയുണ്ട് എന്നാണ് പറയുന്നത്. അത് പ്രകൃതി, മൃഗങ്ങളും പ്രകൃതിയായിട്ട് ഗവേഷണത്തിൽ ഏർപ്പെടുന്നവർ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. എവിടെയെല്ലാം കറുത്ത മാനുണ്ടോ അവിടെ ദേശം നല്ലതാണെന്നാണ് പറയുന്നത്. അപ്പോൾ അത്തരത്തിലുള്ള ഒരു പരാമർശം. പിന്നെയോ അതിലും അതിലും പ്രധാനമാണ് ബ്രാഹ്മണ ഭക്തി ഇല്ലാത്ത ദേശം. ബുദ്ധിമാന്മാരെ, ബ്രാഹ്മണർ എന്ന് പറയുമ്പോൾ നമ്മുടെ വേദപ്രകാരം ബുദ്ധിയുള്ള ചിന്തകരില്ലാത്ത ദേശം. ഒരു രാജ്യം പുരോഗമിക്കുന്ന എങ്ങനെയാണ്? ചിന്തകരുള്ള ബുദ്ധിയുള്ള ശാസ്ത്രജ്ഞന്മാരായ ബ്രാഹ്മണരുള്ള ദേശമാണ് പുരോഗമിക്കുക. അതില്ലാത്ത ദേശം മോശം തന്നെയാണ്, അശുദ്ധമായി ഭവിക്കും. അപ്പം കർത്തമാനില്ലെങ്കിലും അതിലും മോശമാണ് ബ്രാഹ്മണര്, ബുദ്ധിയുള്ള ആൾക്കാർ ഇല്ലെങ്കിൽ. കൃഷ്ണമൃഗത്താൽ ശ്രേഷ്ഠമായാലും കൂടി, ഇനി കൃഷ്ണമൃഗം ഉണ്ട് എന്ന് വെച്ചിട്ട് അത് ശ്രേഷ്ഠമാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞു. എങ്കിലും സത്പുരുഷന്മാരില്ലെങ്കിൽ, നല്ല പുരുഷൻ എന്ന് പറഞ്ഞാൽ ലോക പുരോഗതിക്കായിട്ട്, ദേശത്തിൻ്റെ പുരോഗതിക്കായിട്ട് ഇറങ്ങിത്തിരിക്കുന്ന അതിനുള്ള കഴിവുള്ള, തണ്ടേലുള്ള, ബുദ്ധിയുള്ള മനുഷ്യരില്ലെങ്കിൽ ഏതുപോലെയാണ്? സൽപാത്രങ്ങളില്ലാത്തതുപോലെയാണ്. നല്ല പാത്രങ്ങളില്ലാതെ എന്തൊഴിച്ചു കൊടുത്തു കഴിഞ്ഞാൽ അത് അശുദ്ധമായി പോകും. അതായത് അതുപോലെ ശുദ്ധമില്ലാത്തവരുടെ ദേശം, ശുദ്ധമായ ആൾക്കാരല്ലെങ്കിൽ അത് അശുദ്ധമായി തീരും. ഇനി 9 പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, ദ്രവ്യസമ്പത്തിനാലോ കർമാനുഷ്ഠാനത്തിനാലോ യോഗ്യമായ പകൽ പോലെയുള്ള കാലവും ശുദ്ധമായതാണ്. അതായത് നമുക്ക് വേണ്ട വിഭവങ്ങളെല്ലാം, ദ്രവ്യസമ്പത്ത്, നമുക്ക് വേണ്ട വിഭവങ്ങളെല്ലാം ഉള്ള സ്ഥലം ശുദ്ധമാണ്. കർമ്മം ചെയ്യാൻ പറ്റിയ, ഉദാഹരണമായിട്ട് നമ്മൾ കൃഷിയെല്ലാം ചെയ്യാൻ പറ്റുന്ന സ്ഥലമാണെങ്കിൽ ശുദ്ധമാണ്. പിന്നെയോ ദ്രവ്യം ലഭിക്കാത്ത കാലവും, നമുക്ക് വേണ്ട സാധനങ്ങൾ പ്രകൃതിയിൽ നിന്ന് കിട്ടേണ്ടത് കിട്ടാത്ത കാലം, ആ കാലം മോശമാണ്. ഉദാഹരണമായിട്ട് മഴക്കാലത്ത് നല്ല മഴ കിട്ടണം. മഴക്കാലത്ത് മഴ പെയ്തില്ലെങ്കിൽ ആ കാലം എന്താണ്? മോശമാണ്. ദ്രവ്യം ലഭിക്കാത്ത കാലവും കർമ്മങ്ങൾ നടത്താൻ തടസ്സവുമായ കാലവും. എന്തെങ്കിലും കർമ്മം ചെയ്യാൻ ഉദ്ദേശിക്കുമ്പോൾ കാലം മോശമാണ്. നമ്മൾ കൃഷി ചെയ്യാൻ ഉദ്ദേശിക്കുകയാണ്, അപ്പം ഭയങ്കര വെള്ളം വന്ന് വയലെല്ലാം നിറഞ്ഞു പോയി. അങ്ങനത്തെ കാലവും 10 ദിവസത്തോളം അടുപ്പിച്ചുണ്ടാകുന്നുണ്ടെങ്കിൽ അത് അശുഭകാലമാണ്. ഒരു ദിവസം കുറേ മഴയെല്ലാം പെയ്തുകൊണ്ട് കുഴപ്പമൊന്നുമില്ല. പക്ഷെ ഒരു 10 ദിവസത്തോളം അടുപ്പിച്ച് കാലം മോശമാവുകയാണെങ്കിൽ ആ കാലവും മോശമാണ്. ഒരു ദ്രവ്യത്തിന് 10 പന്ന്. ജലമൂത്രമൂലമായാൽ ശുദ്ധിയും അശുദ്ധിയും ഉണ്ടാകുന്നു. ജലമൂത്രമൂലമായാൽ, ജലം കൊണ്ട് കഴിക്കാൻ ശുദ്ധമാകും, മൂത്രം കൊണ്ട് കഴിക്കാനോ അശുദ്ധമാകും എന്ന് പറയുമ്പോൾ രണ്ടർത്ഥമുണ്ട്. ഇപ്പം ചിലതെല്ലാം കഴിക്കാൻ മൂത്രം കൊണ്ട് കഴിക്കാൻ ശുദ്ധിയാകുന്ന കാര്യങ്ങളും ഉണ്ട്. അപ്പം പൊതുവെ പറഞ്ഞതായിട്ട് കണ്ടാൽ മതി. പിന്നെയോ അതുപോലെ പുഷ്പത്തിന് ജലത്താൽ പോഷണം ചെയ്യുമ്പോൾ ശുദ്ധി. പുഷ്പം, നമ്മൾ പൂക്കളെല്ലാം പറിച്ച് വെച്ച് അതിലെന്ത് ചെയ്യും? കുറച്ച് വെള്ളം കുടഞ്ഞു വെക്കും. പൂക്കളെല്ലാം പറിച്ചിട്ട് വെള്ളം കുടഞ്ഞു വെക്കുന്ന കാണാം. അപ്പോൾ അത് ശുദ്ധിയാകുകയാണ്, കുറേ കാലം നിലനിൽക്കും.
മണത്തു പോയാൽ അശുദ്ധിയാണ്. ഒരു പൂവെടുത്തിട്ട് നമ്മൾ മണത്തു പോയാൽ അത് അശുദ്ധിയാണ്. എന്തുകൊണ്ടാണത്? നമ്മളെ മൂക്കിൽ നിന്ന് വരുന്ന വാതകങ്ങൾ അല്ലെങ്കിൽ രോഗാണുക്കൾ ഉണ്ടാകാം. അതുകൊണ്ട് അത്തരം പൂവുകൾ അശുദ്ധമാകും. പാകം ചെയ്ത അന്നത്തിന് ഒരു യാമം വരെ ശുദ്ധമാണ്. എന്തെങ്കിലും ഭക്ഷണം പാകം ചെയ്ത് കഴിഞ്ഞാൽ ഒരു യാമം വരെ വെച്ചിരിക്കാം. അത് കഴിഞ്ഞാൽ അത് അശുദ്ധമാണ്, പിന്നീട് അശുദ്ധമായിട്ട് മാറും. അതായത് ഉണ്ടാക്കിയ വസ്തു ഉടനെ കഴിക്കുന്നതാണ്, ചൂടോടെ കഴിക്കുന്നതിന് തന്നെയാണ് നല്ലത്. ചണ്ടാളർ തൊട്ട കുളമാണെങ്കിലും, ചണ്ടാളർ എന്ന് പറഞ്ഞാൽ വൃത്തിയില്ലാതെ ആൾക്കാർ കുളം തൊട്ട് കഴിഞ്ഞാൽ എന്ത് പറ്റും? വെള്ളം ദൂഷിക്കും. പക്ഷേ വലുതാണെങ്കിൽ ശുദ്ധിയാണ്. അപ്പോൾ വലിയൊരു കുളത്തിൽ ആൾക്കാർ ചണ്ടാളം പോയി കുളിച്ചാലും വൃത്തിയില്ലാത്തവർ പോയി കുളിച്ചാലും അത് ശുദ്ധം തന്നെയാണ്. കുളത്തിന് അശുദ്ധിയൊന്നും ആവില്ല. എന്നാൽ ചെറിയൊരു കുളത്തിലാണ് കുളിക്കുന്നുണ്ടെങ്കിൽ അത് അശുദ്ധമാണ്. അതായത് ചെറിയ കുളത്തിൽ ആര് കുളിച്ചാലും ആ വെള്ളം അശുദ്ധമാണ്. നമുക്കിപ്പോൾ കിണറ്റിലിറങ്ങിയിട്ട് കുളിച്ചു കഴിഞ്ഞാൽ എങ്ങനെയിരിക്കും ആ വെള്ളം? അതിപ്പോൾ ചണ്ടാളനാകണ്ട, ആര് കുളിച്ചാലും അശുദ്ധം തന്നെയാണ്. ശുദ്ധി ചെയ്യാത്ത അന്നത്തിന്, ഒരന്നം തിന്നേണ്ട കാര്യം ശുദ്ധി ചെയ്യാത്തതാണെങ്കിൽ ശക്തി അനുസരിച്ച് അശുദ്ധമാകും. ആ ശുദ്ധിയല്ലാത്ത വസ്തുക്ക് ശക്തി ഉണ്ടെങ്കിൽ അത് അശുദ്ധമായി തീരും. അതിന് ശക്തി ഉണ്ടെങ്കിൽ അപ്പൊ ശക്തിയുള്ള ശക്തി എന്ന് പറയുന്നത് അതിൻ്റെ മാലിന്യങ്ങൾക്ക് ശക്തി ഉണ്ടെങ്കിൽ, ഉദാഹരണമായിട്ട് ഇപ്പം പഴങ്ങൾ കേടുകൂടാതിരിക്കാൻ വേണ്ടിയിട്ട് ചിലപ്പം കീടനാശിനികളെല്ലാം ഉപയോഗിക്കും. പക്ഷെ ഒരു സാധാരണ അതിന് കേടാകാത്ത തരത്തിലുള്ള കീടനാശിനിയാണ്, നമുക്ക് ശരീരത്തിന് ദോഷമില്ലാത്ത തരത്തിലുള്ള കീടനാശിനിയാണെങ്കിൽ കുഴപ്പമില്ല. പക്ഷേ വളരെ സ്ട്രോങ് ആയ കീടനാശിനിയാണെങ്കിലോ അത് അശുദ്ധമായി തീരും. ശക്തിക്കനുസരിച്ചാണ് അപ്പം ശുദ്ധവും അശുദ്ധിയുമാകുന്നത്. അതുകൊണ്ടാണ് നമ്മൾ അനുവദനീയമായ നിലയിലുള്ള പ്രിസർവേറ്റീവ് എല്ലാം ചേർക്കുന്നതിന് കുഴപ്പമില്ല എന്നുള്ള പറയുന്നത്. ഒരു ചെറിയ അളവ് വരെ ആ പഴങ്ങൾ കേടുകൂടാതെ കിടക്കാൻ വേണ്ടിയിട്ട് സഹായിക്കും. അതേസമയം നമ്മുടെ ശരീരത്തിന് കേടും ഉണ്ടാവില്ല. പക്ഷെ ഒരു പരിധി കഴിയുമല്ലോ, പഴം കേടാവില്ല, പക്ഷേ അത് നമ്മുടെ ശരീരത്തിന് ദോഷം ചെയ്യും. പുത്രജനനാദി വിഷയങ്ങൾ, പുതിയ ജനനവുമായിട്ട് ബന്ധപ്പെട്ടുന്ന കാര്യങ്ങൾ 10 ദിവസത്തിനകത്ത് അശുദ്ധിയാണ്. അതായത് ഒരു കുട്ടിയെല്ലാം ജനിക്കുമ്പോൾ എന്ന് പറഞ്ഞാൽ 10 ദിവസത്തിനനുസരിച്ച് അടുപ്പിച്ചാണ് ആ കുട്ടിക്ക് ഒരു ശരിയായ പ്രകൃതിയായിട്ട് യോജിക്കുന്നത്. അതുകൊണ്ടാണ് അശുദ്ധി എന്ന് പറയുന്നത്. ശേഷമാണെങ്കിൽ ശുദ്ധിയാണ്. അപ്പോൾ ചെറിയ ജനിച്ച ഉടനെയുള്ള കുട്ടികളെ 10 ദിവസത്തോളം നമ്മൾ അങ്ങനെയല്ലേ എടുക്കുകയുള്ളൂ. കാരണം ഇങ്ങനെ കുട്ടീനെ മാരി എടുത്ത് പിടിക്കില്ല. പിടിക്കാൻ, അതായത് ഒരു പ്രൊട്ടക്ഷനോട് കൂടി മാത്രമേ നമ്മളത് ചെയ്യുള്ളൂ. ഏത് വാക്ക് തനിക്ക് പാപത്തെ ചെയ്യുന്നുവോ അത് ദേശം, അവസ്ഥ, അവകളുടെ അവസ്ഥ അനുസരിച്ച് ചെയ്യുന്നു. ഒരു വാക്ക് എപ്പോഴാണ് പാപമായി തീരുന്നത്? നമ്മൾ പറയുന്ന വാക്ക്, ഒരു തെറ്റായ വാക്ക് പാപമായി തീരുന്നത് എപ്പോഴാണ്? ദേശം, അവസ്ഥ മുതലായ അനുസരിച്ചാണ്.
ഉദാഹരണമായിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന വാക്ക് ഇപ്പം തിരുവനന്തപുരത്ത് ഒരു വാക്ക് പറഞ്ഞു കഴിഞ്ഞാൽ കണ്ണൂർ പറയുന്നതും തമ്മിൽ വ്യത്യാസമുണ്ട്. കണ്ണൂരിൽ ഇപ്പോൾ നിങ്ങൾ എന്ന് പറയുന്നതിന് വലിയ നല്ലൊരു ബഹുമാനമായിട്ടാണ് പൊതുവെ കണക്കാക്കുന്നത്. നിങ്ങൾ എന്ന് അഭിസംബോധന ചെയ്യുന്നത് കണ്ണൂർ. എന്നാൽ തിരുവനന്തപുരത്താണെങ്കിൽ അങ്ങനെയല്ല എന്നുള്ളത് അഭിപ്രായം ഇവിടെ ഉണ്ട്. അപ്പം ദേശം, അവസ്ഥ ഇതെല്ലാം അനുസരിച്ചിട്ട് വാക്കുകൾക്ക് പാപവും പുണ്യഫലങ്ങളും പാപവാക്കുകൾ, നല്ല വാക്കുകൾ ഈ തരത്തിലെല്ലാം ഉണ്ടാകുന്നുണ്ട്. 12 ധാന്യം, മരപ്പാത്രം, യാഗത്തിലെ ഗ്രഹം, ചമസം, ആനക്കൊമ്പ്, നൂല് ഇവയും എണ്ണ, നെയ്, സ്വർണം, വെള്ളി മുതലായവയും വീഥി, ചേറ്, മൺകുടം ഇവയും കാലം, കാറ്റ്, അഗ്നി, മണ്ണ്, ജലം ഇവയിൽ ശുദ്ധമാകും. ഇപ്പം മരപ്പാത്രമാണെങ്കിൽ കാറ്റടിക്കുമ്പോൾ കുറേ ഊതിക്കഴിഞ്ഞാൽ തന്നെ അതിൻ്റെ കുറേ അശിട്ട് പോകും. മരപ്പാത്രമെല്ലാം എന്തിനെ കൊണ്ടെല്ലാം ഇപ്പം പറഞ്ഞിരിക്കുന്ന കാലം, കാറ്റ്, അഗ്നി, മണ്ണ്, ജലം ഇവയാൽ ശുദ്ധമാകും. അപ്പം കാറ്റടിച്ചിട്ട് ഊതിയിട്ട് മരത്തുമ്മൽ ചില മരത്തിലെല്ലാം വെള്ളം കൊണ്ട് തുടക്കാം. അത്തരത്തിൽ അത് ഓരോന്നിനും വ്യത്യാസമുണ്ട്. അതായത് കാറ്റ് കൊണ്ടും കാലം കൊണ്ട് ചിലത് ശുദ്ധമാകും, കാറ്റ് കൊണ്ട് ശുദ്ധമാകും, അഗ്നി കൊണ്ട് ചിലത് ശുദ്ധമാകും. അഗ്നി കൊണ്ട് ശുദ്ധമാകുന്നതാണ് വേസ്റ്റ് എല്ലാം അഗ്നിയിലിട്ട് കഴിഞ്ഞാൽ, അല്ലെങ്കിൽ നമ്മൾ സ്വർണ്ണമെല്ലാം പഴകിയതാണെങ്കിൽ അഗ്നിയിലിട്ടിട്ട് അതിനെ ശുദ്ധമാക്കി എടുക്കുന്നുണ്ട്. മണ്ണ് കൊണ്ട് ശുദ്ധമാക്കുന്നില്ല, മണ്ണിട്ട് അരച്ചിട്ട് കഴുകുന്നുണ്ട്. അപ്പം ഇതെല്ലാം പല വസ്തുക്കൾ ഇങ്ങനെ ശുദ്ധമാക്കി എടുക്കാം എന്നുള്ളൊരു ഭൗതിക ലോകത്തിലെ കാര്യങ്ങളാണ്. ഇവിടെ ആത്മീയമായിട്ട് ഇതിന് വലിയ ബന്ധമില്ല. അശുദ്ധ വസ്തുക്കളാൽ ലേപനം ചെയ്ത പീഠം, പാത്രം, വസ്ത്രം മുതലായവ ചാരം, പുളി, ജലം മുതലായവയെ കൊണ്ട് കഴുകി വൃത്തിയാക്കാം. അശുദ്ധ വസ്തുക്കളാൽ ലേപനം ചെയ്യുക. ഇപ്പം ചെമ്പല്ലാണെങ്കിൽ കുറച്ച് കാലം കഴിയുമ്പോൾ അതിൻ്റെ മേലെ കാവ് പിടിക്കും, തുണി അതിൻ്റെ മേലെ അഴുക്ക് പിടിക്കും. അപ്പം അങ്ങനെയുള്ള വസ്തുക്കളെല്ലാം പീഠങ്ങൾ അല്ലെങ്കിൽ പാത്രങ്ങൾ, ചില പാത്രങ്ങളെല്ലാം എങ്ങനെ ചെയ്ത് ശുദ്ധമാക്കാം? ചാരം കൊണ്ട്. നമ്മൾ സാധാരണ പണ്ട് കാലത്തെല്ലാം ചാരം എടുത്തിട്ട് ചകരിയും വെച്ചുകൊണ്ടാണ് ഉരച്ചിട്ട് പാത്രങ്ങളെല്ലാം കഴുകിയിരുന്നത്. അതിൻ്റെ പുറത്തുള്ള ലെയർ പോക്കാൻ പുളി ഉപയോഗിക്കുമായിരുന്നു ചിലതെല്ലാം കഴുകാൻ. ചിലതിന് ജലം. ഈ ജലം പിന്നെ പുളിയോട് കഴിക്കാനും ജലം തന്നെ ഉപയോഗിച്ചിട്ട് തന്നെയാണ് കഴുകേണ്ടത്. ഇതെല്ലാം നമുക്കറിയുന്ന കാര്യങ്ങളാണ്. ഇനി 14 സ്നാനം, കുളിക്കുന്നത്, ദാനം കൊടുക്കുക, തപസ്, ശക്തി, ഉപനയനം എന്ന് പറഞ്ഞാൽ വിദ്യാഭ്യാസം നേടുക, സന്ധ്യാവന്ദനം മുതലായവ കർത്താവിനെ ശുദ്ധി ചെയ്യുന്നു. ഇതെല്ലാം ചെയ്യുന്ന ആൾക്കാർക്ക് നമുക്ക് ശുദ്ധിയാകാൻ കുളിച്ചാൽ മതി. ദാനം കൊടുക്കുക എന്ന് പറഞ്ഞാൽ നമ്മുടെ മനസ്സ് ശുദ്ധമാകും. പിന്നെയോ തപസ്, ഏകാഗ്രമായി ചിന്തിക്കുക, തത്വജ്ഞാനങ്ങൾ മനസ്സിലാക്കുക, ശക്തി നേടുക, വിദ്യ നേടുക. ഇതെല്ലാം നമ്മളെന്താക്കും? ശുദ്ധമാക്കും. ശുദ്ധനായിട്ട് തന്നെയാണ് ബ്രാഹ്മണർ മൂലം അവർ കർമ്മം അനുഷ്ഠിക്കേണ്ടത്. മനുഷ്യരും അങ്ങനെ ശുദ്ധമായ നിലയിൽ വേണം കർമ്മം അനുഷ്ഠിക്കാൻ. നേരത്തെ ശുദ്ധമാകാനുള്ള കാര്യങ്ങൾ പറഞ്ഞു. മനസ്സിനെ നിയന്ത്രിക്കുക, ദാനമനസ്ഥിതി ഉണ്ടാവുക, കുളിക്കുക. സാധാരണ നല്ലൊരു കർമ്മത്തിന് പോകുമ്പോൾ കുളിച്ചിട്ടല്ലേ പോകുന്നു.
അപ്പം ബ്രാഹ്മണന് മുതൽ എല്ലാവരും എന്ത് വേണം? ഈ സ്നാനം, ദാനം, തപസ്, വിദ്യ നേടുക, ഇതെല്ലാം കൂടി ശുദ്ധനായവർ കർമ്മം ചെയ്യുന്നത് തന്നെയാണ് നല്ലത്. മന്ത്രം ഗുരുവിൽ നിന്ന് ശരിക്ക് അറിയുന്നത് ശുദ്ധി. ഒരു മന്ത്രം അതിൻ്റെ അർത്ഥസഹിതം മനസ്സിലാക്കുന്നതാണ് ശുദ്ധി. നല്ല ഗുരുവിൽ നിന്നും ശരിക്ക് അറിയുന്നത്, അതിൻ്റെ അർത്ഥസഹിതം മനസ്സിലാക്കുന്നതാണ് ശുദ്ധി. വെറുതെ മന്ത്രം ഉരുവിട്ട് കാര്യമൊന്നുമില്ല. ഈശ്വരനായി ചെയ്യുന്ന കർമ്മമാണ് ശുദ്ധി. നമ്മൾ കർമ്മം ചെയ്യണം, എനിക്ക് എന്ന് പറഞ്ഞ് ചെയ്യുന്നത് അശുദ്ധി. ഈശ്വരനായിട്ട്, ലോകത്തിനായിട്ട്, ലോക പുരോഗതിക്കായിട്ട് നമ്മൾ കർമ്മം ചെയ്യുകയാണെങ്കിൽ അത് ശുദ്ധി. ഗുണമായ, അതായത് നല്ല പോസിറ്റീവായ കാലം, നല്ല ദേശം. ദേശം നല്ലത് എപ്പോഴാണ് പറഞ്ഞത്? അവിടെ ബുദ്ധിമാന്മാരായ ആൾക്കാരുണ്ടാവുക, മറ്റേ കൃഷ്ണമൃഗമുണ്ടാവുക, ഇങ്ങനെ ദേശത്തിൻ്റെ പറഞ്ഞു കഴിഞ്ഞു. അപ്പം ശുദ്ധമായ കാലം, ദേശം. ദ്രവ്യം ശുദ്ധമാകാൻ എങ്ങനെയാണെന്നെല്ലാം പറഞ്ഞു കഴിഞ്ഞല്ലോ. ശുദ്ധമായ ദ്രവ്യം. പിന്നെ മന്ത്രം, ശരിയായ ശാസ്ത്രതത്വങ്ങളാണ് മന്ത്രങ്ങൾ. ശരിയായ മന്ത്രങ്ങൾ ശാസ്ത്രത്തിൻ്റെ അടിസ്ഥാനത്തിൽ. ശരിയായ കർമ്മം, ശുദ്ധമായ കർമ്മം. ഇവ കൊണ്ട് ധർമ്മമുണ്ടാകുന്നു. ഇതെല്ലാം വെച്ചിട്ട് നമ്മൾ യജ്ഞം ചെയ്യുമ്പോഴാണ് ധർമ്മം സംഭവിക്കുന്നത്. ഇവ എല്ലാം അശുദ്ധമായാലോ അധർമ്മമായിരിക്കും ഫലം. ആപത്ത് കാലത്തെ പ്രതിഗ്രഹം ഗുണമാകാം. ആപത്ത് കാലത്ത് നേരത്തെ പറഞ്ഞിട്ടുണ്ട്, നമ്മളുടേതെല്ലായ ചില ജോലികളെല്ലാം ചിലപ്പം ഏറ്റെടുത്തുന്നത് വരും. അത് ശുഭമാണ്. ഇപ്പോൾ ഒരു സ്ഥാപനത്തിന് തീ പിടിച്ചു എന്ന് വെച്ചോളും, നമ്മൾ ജോലി ചെയ്യുന്ന സ്ഥാപനത്തിനാണ്. അപ്പം നമ്മൾ പോയിട്ട് അതിൻ്റെ അകത്ത് കെടുക്കാനെല്ലാം നിൽക്കുകയാണെങ്കിൽ അത് ശരിയാണ്. യഥാർത്ഥത്തിൽ അവിടെ കെടുക്കാനൊന്നും നമുക്ക് അവകാശമില്ല. ഫാക്ടറിയിൽ, ഓഫീസിലുള്ള ഫയലുകളെല്ലാം നമ്മൾ എടുത്തിട്ട് മാറ്റുന്നു എന്ന് വെച്ചോ, അത് തെറ്റല്ലേ? സാധാരണ നിലയിൽ ഒരു ഓഫീസിലുള്ള ഫയൽ പോയി നമ്മൾ എടുത്തു കഴിഞ്ഞാൽ പോലീസ് വന്ന് പിടിച്ചോളൂ. നേരെ മറിച്ച് ഒരു തീ പിടിച്ചിരിക്കുമ്പോൾ ആ ഫയലുകളിൽ എടുത്ത് മാറ്റിയാലോ, അത് നല്ല കർമ്മമാണ്. അപ്പം ആപത്ത് കാലത്ത് പ്രതിഗ്രഹം ഗുണമാകാം. എന്നാൽ ആപത്തില്ലാത്ത കാലത്ത് ചെയ്തുകൂടാ, ദോഷമാണ്. കുടുംബത്യാഗം ദോഷമാണ്. കുടുംബത്തെ ത്യജിക്കുന്നത് ദോഷമാണ്. ഭാര്യ മക്കളെല്ലാം ചെയ്യുന്നത് ദോഷമാണ് നോർമൽ കേസിൽ. പക്ഷേ വിരക്തന് ഗുണമായി ഭവിക്കാം. എന്നാൽ ഈ ലോകം മടുത്തു പോയെങ്കിൽ, ഈ ഭൗതിക ലോകം മടുത്തെങ്കിൽ അവനത് ഗുണമാണ്. ഭൗതിക ലോകം മടുത്തിട്ട് ഈ കൂടെ ഒന്നിനും താല്പര്യമില്ലാതെ ഒരുത്തം പിന്നെ അവിടെ ഇരുന്നിട്ട് കാര്യമുണ്ട്. അവന് കുടുംബത്യാഗം ശുഭം തന്നെയാണ്. ഗുണദോഷങ്ങളെ ഒരു വിഷയത്തിൽ നിശ്ചയിക്കുന്നത് ആ ഗുണദോഷങ്ങളെ ബാധിക്കും. ഒരു വസ്തുവിൻ്റെ ഗുണവും ദോഷവും നമ്മൾ എങ്ങനെയാണോ അതിനെ നിശ്ചയിക്കുന്നത് അതിനനുസരിച്ചാണ് അത് ഗുണമായിട്ടും ദോഷമായിട്ടും തീരുന്നത്. ഉദാഹരണമായിട്ട് പഴം നല്ലതല്ലേ നമ്മുടെ ആരോഗ്യത്തിന്? അല്ല, പഞ്ചസാര, അതാണ് നല്ല ഉദാഹരണം. പഞ്ചസാര നല്ലതല്ലേ? ഗുണമല്ലേ? നല്ല ഗുണമല്ലേ പഞ്ചസാരയുടെ? കാരണം നമ്മളത് കഴിച്ചു കഴിഞ്ഞാൽ ഉന്മേഷം കിട്ടും. പ്രമേഹമുള്ള ആർക്കോ അത് മോശമായിട്ട് തീരും. അപ്പം ഗുണദോഷങ്ങളെ വിഷയങ്ങൾ നിശ്ചയിക്കുന്നതനുസരിച്ച് ഗുണദോഷങ്ങൾക്ക് അത് ബാധിക്കും. നല്ലത് എന്ന് നമ്മൾ പറയുന്ന സംഗതി തന്നെ ചില അവസരങ്ങളിൽ അത് ദോഷമായിട്ട് നമ്മൾ കാണും. കള്ളുകുടി പതിതനല്ലാത്തവർക്ക് ദോഷം.
പതിതരല്ലാത്തവർക്കെന്ന് പറഞ്ഞാൽ ധർമ്മത്തിൻ്റെ വഴിയിൽ സഞ്ചരിക്കാത്ത ആൾക്കാർക്കാണ് പതിതർ എന്ന് പറയുന്നത്. അപ്പം പതിതരല്ലാത്തവർ എന്ന് പറയുന്നത് ധർമ്മത്തിൻ്റെ വഴിയിൽ സഞ്ചരിക്കുന്നവർ. നല്ല നിലയിൽ സഞ്ചരിക്കുന്നവർക്ക് കള്ളുകുടി മോശം തന്നെയാണ്. എന്നാൽ ജാതി കർമ്മം മൂലമായ കാരണങ്ങളാൽ കള്ളുകുടി പതിതരായവർക്ക് വീണ്ടും കളങ്കിതരായില്ല ആകില്ല. എന്നാൽ കള്ളുകുടി ചെയ്യുന്നവർക്ക് പൊതുവെ പതിതരാണ്, കള്ളല്ലടക്ക് ഉപയോഗിക്കും. അങ്ങനെയുള്ളവർക്ക് ജാതിയുടെയോ കർമ്മത്തിൻ്റെയോ എല്ലാം ഫലമായിട്ട് കള്ളു കുടിക്കേണ്ടി വരികയാണെങ്കിൽ അത് കൂടുതൽ ദോഷമായൊന്നും തീരില്ല. അതായത് കുടിക്കുന്നവർക്ക് കുറച്ച് കുടിച്ചത് കൊണ്ട് വലിയ കുഴപ്പമൊന്നും ദോഷമായിട്ടൊന്നും കാണണ്ട. കുടിക്കുന്നവർക്ക് കുറച്ച് കള്ളു കുടിച്ചെന്ന് വെച്ചിട്ട് അതൊരു കുറ്റമായിട്ടൊന്നും കാണേണ്ട ആവശ്യമില്ല. പക്ഷെ കുടിക്കാത്തവർക്ക് കുടിക്കുന്നത് തെറ്റ് തന്നെയാണ്. ശ്രീസംഗമം സന്യാസിമാർക്ക് ദോഷമെങ്കിലും, ശ്രീസംഗമം ദോഷമാണോ നല്ലതാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സന്യാസിമാർക്ക് ദോഷമെങ്കിലും മുൻപ് തന്നെ സ്വീകാര്യമായതിനാൽ ഗുണമായി ഭവിക്കുന്നുണ്ട്. ഭൗതിക ജീവിതത്തിൽ ജീവിക്കുന്നവർക്ക് അത് ഗുണമായിട്ട് ഭവിക്കുന്നുണ്ട്. കാരണം കുട്ടികൾ വേണം, കാലത്തിന് കുട്ടികൾ വേണം. ഭാവി തലമുറയിൽ കർമ്മം ചെയ്യിപ്പിക്കാനാണ് നമ്മളെ ജനിപ്പിക്കുന്നത്. അപ്പം ഭാവി തലമുറ ഉണ്ടെങ്കിലല്ലേ ലോകം മുന്നോട്ടേക്ക് പോകും. അപ്പം അത് ഗുണമായിട്ട് ഭവിക്കും. ആദ്യം തന്നെ ചുവട്ടിൽ കിടന്നവൻ വീണ്ടും ചുവട്ടിൽ വീഴില്ല. പറഞ്ഞതിൻ്റെ അർത്ഥം താഴെ കിടക്കുന്നവന് പിന്നെ അതിനെക്കാട്ടിയും താഴെ പോകാനുള്ള അവസരമില്ല. അപ്പോൾ ഒരാൾ കള്ളു കുടിക്കുന്ന ആളാണെങ്കിൽ പിന്നെ അവൻ കള്ളു കുടിക്കുന്നതിനെ കൊണ്ട് അവൻ്റെ നല്ലതോ മോശമൊന്നും പറയേണ്ട കാര്യമില്ല. ഇനി 18. ഏതേത് കർമ്മങ്ങളിൽ നിന്നും വിഷയങ്ങളിൽ നിന്നും മുക്തനാവുന്നുവോ അതാത് വിഷയങ്ങളിൽ അവൻ മുക്തരാകുന്നു. ഇപ്പം നമുക്ക് കുറേ ദോഷങ്ങളെല്ലാം ഉണ്ടാകും. അതിലൊന്നാണ് കള്ളുകുടി. കള്ളുകുടി ഉപേക്ഷിക്കുകയാണെങ്കിൽ ആ വിഷയത്തിൽ നമ്മൾ എന്താകുന്നു? മുക്തരാകുന്നു, ശുദ്ധരാകുന്നു. പിന്നെ കളവ് പറയുന്നത്, ഏതൊട്ട് കളവ് പറയില്ല എന്ന് തീരുമാനിച്ചു കഴിഞ്ഞാൽ ആ വിഷയത്തിൽ നമ്മൾ മുക്തരാകുന്നു, ആ വിഷയത്തിൽ നമ്മൾ ശുദ്ധരാകുന്നു. ഏതേത് വിഷയങ്ങളിൽ ഏതേത് കർമ്മങ്ങളിൽ നമ്മൾ മുക്തരാകുന്നു, ദുഷ്കർമ്മങ്ങളിൽ നിന്ന് മുക്തരാകുന്നുവോ അതാത് വിഷയങ്ങളിൽ അവരെ മുക്തി നേടുന്നു. ഇതുവഴി എന്ത് സംഭവിക്കുന്നു? നിവൃത്തി മാർഗത്തിലേക്ക് രൂപമായ ധർമ്മം മനുഷ്യർക്ക് ക്ഷേമം തരുന്നു. അത്രയും ക്ഷേമം ആ മനുഷ്യന് ഉണ്ടാകുന്നു. അവൻ്റെ ശോകം, മോഹം, ഭയം ഇവയെല്ലാം ഇല്ലാതാകുന്നു. 19 വിഷയങ്ങളിൽ ഗുണത്തെ ചിന്തിക്കുന്നവൻ, ഓരോ വിഷയത്തിലും ഗുണം ചിന്തിക്കുന്നവൻ ബന്ധത്തിലകപ്പെടുന്നു. വിഷയത്തിൽ ഗുണം ചിന്തിക്കുക. ഒരു പെണ്ണിനെ കാണുമ്പോൾ കാണാൻ നല്ല പെൺകുട്ടി എന്ന് തോന്നിയാൽ അവിടെ തുടങ്ങിയ ഒരു ബന്ധനത്തിലേക്ക് എത്തിപ്പെടുകയാണ്. നമ്മളറിയാതെ ഒരു ബന്ധനത്തിൽ അകപ്പെടുകയാണ്. ഒരു മാങ്ങ കാണുമ്പോൾ എന്ത് നല്ല മാങ്ങ എന്ന് തോന്നിക്കഴിഞ്ഞാൽ പിന്നെ മനസ്സ് എങ്ങനെയെങ്കിലും അതിനെ ഒന്ന് എടുക്കണം എന്നുള്ളൊരു ആഗ്രഹത്തിലേക്ക് പോകും. ആ ബന്ധത്തിലൂടെ എന്താണ് ഉണ്ടാകുന്നത്? ആശയം ഉണ്ടാകുന്നു. കൊള്ളാം, ആ മാങ്ങ കിട്ടിയാൽ കൊള്ളാം. അപ്പോൾ ഗുണത്തെ ചിന്തിക്കുമ്പോൾ ഒരു വസ്തുവിൻ്റെ ഗുണത്തെപ്പറ്റി നല്ല മാങ്ങ, പിന്നെ അല്ലെങ്കിൽ നല്ലത്, അപ്പോൾ ആശയം ഉണ്ടാകുന്നു. ആശയിൽ നിന്നാണ് പിന്നെ കലഹങ്ങളെല്ലാം ഉണ്ടാകുന്നത്. അന്യൻ്റെ വസ്തു മോഹിച്ചു കഴിഞ്ഞാൽ കലഹമല്ലായിരിക്കും. വല്ല പെണ്ണിനെയും കയറിയിട്ട് ആശ വെച്ചു കഴിഞ്ഞാൽ
അങ്ങോട്ട് ചെന്ന് കഴിഞ്ഞാൽ ചിലപ്പോൾ അവൾ തന്നെ തിരിച്ചു പറഞ്ഞെന്നും വരും. പിന്നെയാണ് കലഹങ്ങൾ തുടങ്ങുന്നത്. 20 കലഹം തുടങ്ങുമ്പം പിന്നെ ദേഷ്യമായി മാറും. പിന്നെ അതിനോട് ദേഷ്യമായി. ആ ദേഷ്യത്തിൽ നിന്ന് അജ്ഞാനം പിടിപെടുന്നു. അജ്ഞാനം എന്ന് പറഞ്ഞാൽ നമ്മളെ ബുദ്ധി നശിക്കുന്നു. ദേഷ്യം വരുമ്പോൾ ബുദ്ധി നശിക്കും. ആ അജ്ഞാനം മോഹത്തിലൂടെ വിവേകം നശിക്കുന്നു. അപ്പോൾ പിന്നെ നമ്മുടെ വിവേകവും നശിക്കും. 21 ശരി തെറ്റ് തിരിച്ചറിയാനുള്ള കഴിവ് നഷ്ടപ്പെടും. വിവേകമില്ലാത്ത മനുഷ്യൻ മരിച്ചതിന് സമാനമാണ്. വിവേകം നഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ അവൻ മരിച്ച മനുഷ്യന് സമാനമാണ്. അവനെ പിന്നെ പുരുഷാർത്ഥങ്ങളൊന്നും തിരിഞ്ഞു നോക്കില്ല. ധർമ്മ അർത്ഥ കാമ മോക്ഷത്തിലൂടെയാണ് മനുഷ്യൻ മുന്നോട്ടേക്ക് പോകേണ്ടത്. പക്ഷെ അവൻ അതിൽ നിന്നെല്ലാം തെറ്റിപ്പോയി. 22 വിഷയത്തിലുള്ള അധികമായ രാഗത്താൽ ഏതെങ്കിലും ഒരു വിഷയത്തിൽ അധികം രാഗമുണ്ടാകുമ്പോൾ ഏവൻ തന്നെയും അന്യനെയും അറിയുന്നില്ലയോ, അപ്പോൾ അവൻ എന്ത് സംഭവിക്കുന്നു? തന്നെപ്പറ്റിയും മനസ്സിലാവില്ല, അന്യനെപ്പറ്റിയും തിരിച്ചറിയാൻ പറ്റാത്ത അവസ്ഥ വരും. തന്നെയും മനസ്സിലാവില്ല, അന്യനെയും മനസ്സിലാവില്ല. അവൻ ജലം മാത്രം സ്വീകരിച്ച് ജീവിക്കുന്ന മരം പോലെയായിത്തീരുന്നു. ഒരു മരം നട്ടുവളർത്തി മരുഭൂമിയിൽ ഒരു മരം നട്ട്, പക്ഷെ വെള്ളം ഇഷ്ടമായി കൊടുക്കുന്നുണ്ട്. മരത്തിനെന്താ ഗുണം? ഒരു ഗുണവുമില്ല. അതിലെന്തൊക്കെയല്ല ഉണ്ടാണ്ടിക്കൽ വളം കൊടുക്കണ്ടേ? അല്ലാതെ വെറും വെള്ളം ഒഴിച്ചു കൊടുത്തു കഴിഞ്ഞാൽ അതുപോലെ ആയിത്തീരുന്നു. ഈയം പൂശാൻ വേണ്ടിയിട്ട് പണ്ട് കാലത്ത് ഈയം പൂശാൻ വേണ്ടിയിട്ട് ഇങ്ങനെ അടിച്ചടിച്ച് കാറ്റടിക്കില്ലേ, അതുപോലെ മൃതസമാനനായിട്ട് മാറുന്നു. അവൻ്റെ ശ്വാസം ഇങ്ങനെ കഴിക്കുന്നുണ്ട് എന്നല്ലാതെ അവന് വേറെ കാര്യമൊന്നും വലിയ ഗുണമൊന്നും ഇല്ല. ഇനി 23 എന്താ പറയുന്നതെന്ന് വെച്ചാൽ സ്വർഗാദി ഫലങ്ങൾ നമ്മൾ ആലോചിച്ചു. സ്വർഗം കിട്ടാൻ വേണ്ടി, വേറെ എന്തെങ്കിലും ഫലം കിട്ടാൻ വേണ്ടിയിട്ട് ഇവയിലുള്ള താല്പര്യം പുരുഷാർത്ഥ പ്രാപ്തിക്ക് യോജിച്ചതല്ല. പുരുഷാർത്ഥ പ്രാപ്തി എന്ന് പറഞ്ഞാൽ ധർമ്മത്തിനനുസരിച്ച് കർമ്മം ചെയ്യുക, കിട്ടുന്നത് അനുഭവിക്കുക, അർത്ഥം കിട്ടുന്നത് സമ്പാദിക്കുക, കാമം അതിലൂടെ ലഭിക്കുന്ന കാമം അനുഭവിക്കുക, അവസാനം മോക്ഷം പ്രാപിക്കുക. ഇതിൽ നിന്നും മാറിപ്പോകും. എന്ത്? അത് കിട്ടണം, ഇത് കിട്ടണം, സ്വർഗം നേടണം എന്ന് വെച്ച് പാടുപെടുന്നത്, അല്ലെങ്കിൽ ഫലം കിട്ടണം എന്ന് വെച്ച് ചാടി ഇറങ്ങിത്തിരിക്കുന്നത് പുരുഷാർത്ഥ പ്രാപ്തിക്ക് യോജിച്ചതല്ല. മോക്ഷം ലഭിക്കില്ല. മരുന്നിന് സ്വാദ് ഉണ്ടാക്കുവാൻ പ്രശംസിക്കുന്നത് പോലെ കഷായം കുടിപ്പിക്കണ്ടിക്കിൽ ഒരു കുട്ടിയോട് ഇത് നല്ല ടേസ്റ്റാണ്, ഇത് വായി തുറന്ന എന്ന് പറഞ്ഞിട്ട് വായിൽ ഒഴിക്കുന്നത് പ്രശംസിക്കുന്നത് പോലെ കർമ്മത്തിൽ പ്രവൃത്തി ഉണ്ടാക്കുവാൻ മോക്ഷം പറയുന്നത് നിരർത്ഥമാണ്. എനിക്ക് മോക്ഷം കിട്ടും നീ ഇത് ചെയ്താൽ എന്ന് പറഞ്ഞിട്ട് കർമ്മം ചെയ്യിപ്പിക്കുക, അത് നിരർത്ഥകമാണ്. ഒരാളെ കൊണ്ട് നിർബന്ധിച്ചിട്ട് കർമ്മം ചെയ്തിട്ട് നിനക്ക് മോക്ഷം കിട്ടും എന്ന് പറയുന്നത്, നീ ഇത് ചെയ്തു കഴിഞ്ഞാൽ നിനക്ക് മോക്ഷം കിട്ടും, ഇങ്ങനെ പറയുന്നത് തെറ്റാണ്. അർജുനന് കൃഷ്ണൻ ഉപദേശിക്കുകയേ ചെയ്തിട്ടുള്ളൂ. നീ ഇങ്ങനെ ചെയ്യണമെന്നൊന്നും പറഞ്ഞിട്ടില്ല. ഇങ്ങനെയെല്ലാണ് കാര്യങ്ങൾ. ഇനി നീ നിന്റെ ബുദ്ധി ഉപയോഗിച്ചിട്ട് ചെയ്തു കൊടുക്കുക. ഇനിയോ 24 ധനം, പശുക്കൾ മുതലായവയിലുള്ള കാമങ്ങൾ. ധനം നേടാനുള്ള താല്പര്യം. പശു എന്ന് പറയുന്നത് ധനം തന്നെയാണ്. പണ്ട് കാലത്തെ പശുവാണ് ധനം. ഭാര്യ പുത്രാദികളിലും മറ്റുള്ള വസ്തുക്കളിലും തനിക്കുള്ള ബന്ധം. ഭാര്യയായിട്ട്, പുത്രാദികളുമായിട്ട്, അല്ലെ മറ്റുള്ള വസ്തുക്കൾ, വീട്, മറ്റേ തൊഴിൽ, ഇതെല്ലാം ആയിട്ടുള്ള തനിക്കുള്ള ബന്ധം സ്വാഭാവികമായി ഉണ്ടാവുന്നു.
ഇതെല്ലാം നമ്മളിൽ ഇങ്ങനെ ഭൗതികവാദികളാണെങ്കിൽ നമ്മളിൽ ഇതിങ്ങനെ കയറി വരും, അല്ലാതെ നമ്മൾ ചിന്തിച്ചെടുക്കുന്നതൊന്നുമല്ല. ഇതെല്ലാം നമ്മൾ കാലാകാലങ്ങളിൽ ഇതിന് നമ്മളിൽ കയറി വരികയാണ്. കാലാകാലങ്ങളിൽ ഒരു പ്രായത്തുമ്പോൾ കുട്ടിക്കാലത്ത് കളിക്കണം എന്നെല്ലാം തോന്നും, വേറെ സമയത്തുമ്പം പ്രേമമെല്ലാം നേരാണ് കയറുന്നത്, വേറെ സമയത്തുമ്പോൾ ജോലി വേണം, അത് വേണം, ഇത് വേണം. ഇങ്ങനെയെല്ലാം ഓരോ കാലത്തിനനുസരിച്ചാണ് സ്വഭാവവിശേഷങ്ങൾ നമ്മളിലേക്ക് കയറി വരുന്നത്. അതൊരു പ്ലാൻ അനുസരിച്ച് നമ്മളിലേക്ക് വരികയാണ്. ഇനി 25 പരമപുരുഷാർത്ഥത്തിലെ മോക്ഷം അറിയാത്തവർ. പുരുഷാർത്ഥങ്ങളിലൂടെ മോക്ഷം നേടാൻ അതിനാണ് അത് വെച്ചിരിക്കുന്നത്. ധർമ്മത്തിനും അനുസരിച്ച് കർമ്മം ചെയ്ത് മോക്ഷം പ്രാപിക്കണം, ജീവിതം കൊണ്ടുപോയിക്കൊണ്ട് മോക്ഷം പ്രാപിക്കണം. ഇതൊന്നും അറിയാത്തവര് എന്തു പറ്റും? ദേവാദി യോനികളിൽ ഭ്രമണം ചെയ്യപ്പെടുന്നു. ദേവാദി യോനികളിൽ, പലതരം ദേവതകളിലെ യോനികളിൽ, ദേവന്മാരെന്ന് പറഞ്ഞാൽ ഈ പ്രപഞ്ചത്തിലുള്ള എല്ലാം ദേവതകളാണ്. പശു, പട്ടി, പൂച്ച എല്ലാം ദേവതകളാണ്. അതിലെല്ലാം ഭ്രമണം ചെയ്യുക എന്ന് പറഞ്ഞാൽ ജനിച്ച് മരിക്കും, പട്ടിയായി ജനിക്കും, പൂച്ചയായി ജനിക്കും, ഇങ്ങനെയെല്ലാം ഭ്രമണം ചെയ്യുന്നവരും അവിടെ നിന്ന് വൃക്ഷാദി യോനികളെ പ്രാപിക്കുന്നവരും. അതിലും മോശമായിട്ട് വൃക്ഷം മാതിരി ജനിക്കും. ചിലപ്പോൾ പട്ടിയായി ജനിച്ചവൻ പിന്നെ അടുത്ത ജന്മത്തിൽ വൃക്ഷമായിട്ടോ ആഫ്രിക്കൻ പായലെല്ലോ ആയിട്ടാണ് ജനിച്ചു മരിക്കുന്നുണ്ടാവുക. അവരും വേദത്തിലെ ഭൗതിക വിഷയമായ, വേദത്തിൽ എന്തുണ്ട്? ഭൗതികവുമുണ്ട്, ആത്മീയവുമുണ്ട്. അപ്പം വേദത്തിലെ ഭൗതിക വിഷയമായ പശു, ആയുസ്, ഇന്ദ്രൻ, പുത്രൻ മുതലായ കാമവിഷയങ്ങളിൽ പ്രവർത്തിക്കുമ്പോൾ വേദം പറയുന്ന മോക്ഷം എങ്ങനെ പ്രാപിക്കും? അപ്പം വേദത്തിൽ ഭൗതികമുണ്ട്, ആത്മീയമുണ്ട്. അതിൽ ഭൗതിക വിഷയങ്ങളുടെ പിന്നാലെ, ഇപ്പം വേദത്തിൽ റോക്കറ്റ് ഉണ്ടാക്കേണ്ട കാര്യം, ബഹിരാകാശത്ത് പോയാൽ താമസിക്കാൻ നല്ല സുഖമാണ്. അതിൽ മോഹിതരായി പോകുന്നവർക്ക് എന്തു പറ്റില്ല? മോക്ഷം കിട്ടാൻ പോകുന്നില്ല. വേദം എല്ലാം തികഞ്ഞ ഗ്രന്ഥമാണ്. ഞാൻ പറഞ്ഞില്ലേ, അതിൽ റോക്കറ്റ് ഉണ്ടാക്കിയിട്ട് അവിടെ പോകാനുള്ള കാര്യമെല്ലാം പറഞ്ഞു വെച്ചിട്ടുണ്ട്. അതിൽ ഭ്രമിച്ചവരെന്ത് ചെയ്യും? അങ്ങോട്ടേക്ക് പോകും. അവർക്ക് എങ്ങനെയാണ് മോക്ഷം കിട്ടുക? ഇനി 26 അറിവില്ലാത്തവർ വേദത്തിൻ്റെ അഭിപ്രായത്തെ മനസ്സിലാക്കാതെ, അറിവില്ലാത്തവർ വേദം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൽ കാണുന്ന ചില കാര്യങ്ങളെല്ലാം പിടിച്ചുകൊണ്ട് വേദത്തിൻ്റെ അഭിപ്രായത്തെ മനസ്സിലാക്കാതെ, ശരിയായ അർത്ഥം മനസ്സിലാക്കാതെ സ്വർഗാദികളെ പ്രശംസിച്ചിട്ട് പരമരമണീയമായ ശ്രുതി എന്ന് പറയുന്നു. എന്നിട്ട് അതിനെ ഭയങ്കര രമണീയമായ ശ്രുതിയായിട്ട് കണക്കാക്കിയിട്ട് അത് നല്ല സുന്ദരമായ കാര്യമാണെന്ന് പറഞ്ഞു നടക്കും. വേദം എന്ന് പറഞ്ഞാൽ സുന്ദരമായ കാര്യങ്ങളാണ്, പല വിശേഷ ഗുണങ്ങളുണ്ട് എന്ന് പറഞ്ഞു നടക്കും. എന്നാൽ വേദത്തിൻ്റെ ശാസ്ത്രം അറിയുന്നവർ അപ്രകാരം പറയുന്നതേയില്ല. വേദത്തെ ശരിയായ നിലയിൽ മനസ്സിലാക്കിയവർ നമ്മൾ ഇന്ന് പുറത്ത് കേൾക്കുന്ന തരത്തിലുള്ള രൂപത്തിലൊന്നുമല്ല നിൽക്കുക. കാരണം വേദത്തിലെ അർത്ഥം ശരിയായി മനസ്സിലാക്കുമ്പോൾ എന്താ പറ്റുന്നത്? ലോകം രണ്ടുണ്ട്, പരാ സയൻസുണ്ട്, അപരാ സയൻസുണ്ട്. ബ്രഹ്മത്തെപ്പറ്റി, പ്രപഞ്ചത്തിൻ്റെ പിന്നിലുള്ള ശക്തിവിശേഷം, അതിൻ്റെ മായാരൂപമാണ് എന്ന സത്യവും മനസ്സിലാക്കണം. മായാലോകത്തിൽ ജീവിക്കുന്ന നമുക്കുള്ള ഫീലും മനസ്സിലാക്കണം. ഇത് രണ്ടും മനസ്സിലാക്കി കഴിയുമ്പോൾ അവർക്ക് മനസ്സിലാകും നമ്മൾ യഥാർത്ഥത്തിൽ ഇവിടെ ഒരു ചുക്കുമല്ല. അതുകൊണ്ട് നമ്മൾ അഹങ്കാരങ്ങളെല്ലാം ചെയ്യും. അതേസമയം ഇതിൻ്റെ അകത്തുള്ള സയൻസ് മുഴുവനുണ്ട്.
നമ്മൾ അതും മനസ്സിലാക്കുന്നു. അതേസമയം തന്നെ ഈ ജീവിതം എന്ന് പറയുന്നതിൽ നമുക്ക് ചെയ്യാൻ നമ്മളെ കയ്യിലൊന്നുമല്ല ഉള്ളത്. നമ്മളൊരു റോബോട്ട് മാതിരി ആ കക്ഷി നമ്മളെ കൊണ്ട് ചെയ്യിപ്പിക്കുകയാണ് എന്ന സത്യം മനസ്സിലാക്കുമ്പോൾ അവർ ഈ പ്രകാരം വേദത്തെ പുകഴ്ത്തി എന്തെല്ലോമാണ് വേദം, അതുകൊണ്ടൊന്ന് സ്വർഗം പോകാമെന്നുള്ള ചിന്താഗതിയിലൊന്നും വാദിച്ച് നടക്കില്ല. ഇനി 27 അതിനെ കുറച്ചും കൂടി വ്യക്തമായിട്ട് 27 പറയുകയാണ്. കാമികൾ, കാമത്തിന് അടിമപ്പെട്ടവരും ദീനരായവരും അത്യാഗ്രഹികളും പുഷ്പം പോലെ എന്തോ സുന്ദരമായതാണ്, സ്വർഗം പരമമോക്ഷസ്ഥാനമായി കാണുന്നു. യഥാർത്ഥത്തിൻ്റെ ജീവിതത്തിൻ്റെ ലക്ഷ്യം സ്വർഗം പ്രാപിക്കലാണെന്ന് ചിന്തിച്ചുകൊണ്ട് നടക്കുന്നവരുണ്ട്. അതുകൊണ്ടാണ് ജീവിതത്തിൻ്റെ ലക്ഷ്യം സ്വർഗത്തിലാണ്, അവിടെ ഇത്ര ഹൂറികളുണ്ട്, അവിടെ മദ്യപ്പുഴകളുണ്ട് എന്നെല്ലാം ധരിച്ചു കൊണ്ട് പോകുന്നത്. നമ്മളും മരിച്ചു കഴിഞ്ഞാൽ ദൈവമേ എനിക്കങ്ങ് സ്വർഗത്തിലെത്തണേ എന്നെല്ലാം പറഞ്ഞ് നടക്കുന്നുണ്ട്. പക്ഷേ അതെല്ലാരാണ്? അജ്ഞാനികളാണ്. വേദം അതല്ല ഉദ്ദേശിക്കുന്നത്. അതുകൊണ്ട് കാമികളും ദീനന്മാരും അത്യാഗ്രഹികളും, ഇതെല്ലാം അത്യാഗ്രഹികളാണ് ഇങ്ങനെ ചിന്തിക്കുന്നത്. സ്വർഗം പരമമോക്ഷസ്ഥാനമായി കാണുന്നു. മോക്ഷം എന്ന് പറഞ്ഞാൽ ഈ സ്വർഗത്തിലെത്തുക എന്ന് ധരിച്ചു വെച്ചിട്ടുണ്ട്. പക്ഷേ മോക്ഷം അതൊന്നുമല്ല. ഇവിടെ തന്നെ എല്ലാം ഉപേക്ഷിച്ചിട്ട് ബ്രഹ്മത്തിൽ പോയി ചേരുക. വേറെ ഏടിയ സ്വർഗവുമില്ല നരകവുമില്ല. വിവേകം നശിച്ച അവർ അഗ്നി ഉപയോഗിച്ച് അവരെന്ത് ചെയ്യും? ഊർജം ഉപയോഗിച്ച് കർമ്മങ്ങളിലെല്ലാം ഏർപ്പെട്ടിട്ട് എന്തിനും സ്വർഗം കിട്ടാൻ വേണ്ടിയിട്ട് ആസക്തരായിക്കൊണ്ട് വിവേകം നശിച്ചവരായിട്ട്. പക്ഷെ അവർക്കെന്ത് സംഭവിക്കുന്നില്ല? ആത്മതത്വത്തെ അറിയുന്നില്ല. യഥാർത്ഥ ആത്മതത്വത്തിലൂടെയാണ് മോക്ഷം പ്രാപിക്കേണ്ടത് എന്ന സത്യം അവർ മനസ്സിലാക്കുന്നില്ല. ഇനി 28 അതുകൊണ്ടാണ് ആത്മീയത്തിലെ ഏറ്റവും വലിയ ഉയർന്ന തന്ത്രി എന്തല്ലോ സ്റ്റേജിൽ ഇരിക്കുന്നവരും പാളിയെല്ലാം അടിച്ചുകൊണ്ടുപോയിട്ട് സുഖിക്കാൻ വേണ്ടി നടക്കുന്നത്. ഉപേക്ഷിക്കാനല്ല അവർക്ക് മനസ്സ് വരുന്നത്, വാരിക്കൂട്ടാനുള്ള താല്പര്യമാണ്. മറ്റൊന്ന് ദൈവത്തെ തന്നെ അടിച്ച് കൊണ്ടുപോകാനുള്ള താല്പര്യമാണ്, വീട്ടിൽ കൊണ്ടുവെക്കാൻ. ഇനി 28 ഈ പ്രപഞ്ചം ആരിൽ നിന്നുണ്ടായോ അതാണ് ബ്രഹ്മം. ആ ശക്തിയുടെ അവരുടെ ഹൃദയത്തിൽ ഇരിക്കുന്നുണ്ട്. ആ ശക്തി നമ്മുടെ ഹൃദയത്തിലും ഉണ്ട്. പ്രപഞ്ചം ഏതിൽ നിന്നുണ്ടായോ അത് തന്നെയാണ് നാമായിട്ട് മാറിയിട്ട് നമ്മളെ ഹൃദയത്തിലും ഉള്ളത്. പക്ഷെ അവരത് അറിയുന്നില്ല. സാധാരണ ജനങ്ങൾ അതറിയുന്നില്ല. കാരണം കർമാവിനെ പ്രശംസിച്ച് കർമ്മം ചെയ്യുന്ന ആൾക്കാർ, അതായത് നമ്മളാണ്, നമ്മളിൽ ഞാനാണ് ചെയ്യുന്നത്, ഞാനാണ് എല്ലാ കർമ്മവും ചെയ്യുന്ന എന്നതിനെ പ്രശംസിച്ച് പശുഹിംസാ സാധനങ്ങളോടുകൂടി ഹിംസാ സ്വഭാവം, മറ്റുള്ളവരെല്ലാം ദ്രോഹിക്കുക, നശിപ്പിക്കുക എന്ന സ്വഭാവത്തോടുകൂടി പ്രാണനെ തൃപ്തിപ്പെടുത്താൻ വേണ്ടി, ഞാനെന്ന പ്രാണനെ തൃപ്തിപ്പെടുത്താൻ വേണ്ടി ശ്രമിക്കുന്ന അവർ അരികിലിരിക്കുന്നത് കാണാത്ത പോലെ. നമ്മളിപ്പോൾ ചിലവർ പറയുന്ന കേട്ടിട്ടില്ലേ, എൻ്റെ കണ്ണട എവിടെ, കണ്ണട എവിടെ കിടക്കുന്നുണ്ട്, ഇങ്ങനെ നെറ്റിയിൽ കയറ്റി വെച്ചിട്ടുണ്ട്. അതുപോലെ അരികിലിരിക്കുന്നവനെ കാണാത്തതുപോലെ തന്നിലിരിക്കുന്നവനെ അറിയുന്നില്ല. അതുകൊണ്ടാണ് മനുഷ്യരെന്ത് ചെയ്യുന്നത്? അമ്പലത്തിലും ബിംബത്തിൻ്റെയും പിന്നാലെ ഓടി നടക്കുന്നത്. അജ്ഞാനികളാണ്. തന്നെ ഈശ്വരനുണ്ട് എന്നുള്ള മനസ്സിലാക്കാനുള്ള കഴിവ് ഇല്ല. തന്നിലുള്ളത് കാണാൻ പറ്റാമെങ്കിൽ പിന്നെ പുറത്തുള്ളത് അന്വേഷിച്ച് നടക്കുന്നതിന് എന്താ വിവരമാണുള്ളത്? ഇനി 29, 30 മാംസം കഴിക്കുവാനായി ഹിംസ ആഗ്രഹിക്കുന്നവർ. മാംസം കഴിക്കണം എന്നുള്ള ചിന്തയോടുകൂടി ഹിംസ ആഗ്രഹിക്കുന്നവർ, പശുവിനെ കൊല്ലാൻ ആഗ്രഹിക്കുന്നവർ
യാഗത്തിലാകാമെന്ന ഒരു വിധം അനുവദിക്കുന്നുണ്ട്. യാഗത്തിലാകാമെന്ന് വേദം പറയുന്നുണ്ട്. ഇപ്പം യഥാർത്ഥത്തിൽ യാഗം എന്ന് പറഞ്ഞാൽ വലിയ ഹോമങ്ങളെല്ലാം നടത്തിയിട്ട് പശുവിനെ തീരിട്ട് തിന്നുന്ന കാര്യമല്ല ഇവിടെ അർത്ഥം. ചില യജ്ഞങ്ങൾക്ക്, യാഗങ്ങൾക്ക്, ചില കർമ്മങ്ങൾക്ക് പശു ആവശ്യമുണ്ട്. ഉദാഹരണമായിട്ട് മരുന്നുകൾ ഉണ്ടാക്കാൻ ജീവികളെയെല്ലാം കരിങ്കുരങ്ങ് രസായനം എല്ലാം കേട്ടിട്ടില്ല. ആടിൽ നിന്ന് എല്ലാം പലതിൽ നിന്നും മരുന്നുകൾ ഉണ്ടാക്കുന്നുണ്ട്. അപ്പം അതിനെല്ലാം മാംസം ഉപയോഗിച്ചേ പറ്റുകയുള്ളൂ. അതാണ് യാഗം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. യാഗത്തിലാകാമെന്ന് ഒരുവിധം അനുവദിക്കുന്നുണ്ട്. പക്ഷെ ചിലവർ അതിനു വേണ്ടിയിട്ടും യാഗം ചെയ്യുന്നുണ്ട്, പശുവിനെ തിന്നാൻ വേണ്ടി. എന്നാൽ ചെയ്തേ തീരും എന്ന് വിധിയില്ല. പക്ഷെ അതേസമയം അങ്ങനെ ചെയ്യണമെന്നാരും നിർബന്ധമൊന്നും പിടിച്ചിട്ടില്ല. വേണ്ടിക്ക് കഴിക്കാം. ഇവിടെ പറഞ്ഞതിൻ്റെ അടിസ്ഥാനം പശുവിനെല്ലാം പിടിച്ചു തിന്നു എന്ന് പറയുന്നത് എന്തുകൊണ്ടാണ് ഈ പശുവിന് ഇത്ര പ്രാധാന്യം കൊടുത്തത്? അക്കാലത്ത് പശുവാണ്, വേറെ കൃഷികളെല്ലാം വളരെ കുറവാണ്. മനുഷ്യന് പശുവിൻ്റെ പാലാണ് എല്ലാം തികഞ്ഞ പാലിലുണ്ട്. അപ്പം അതിനെ പാല് ദിവസവും കിട്ടുന്നതിന് ഒരു ദിവസം വിശക്കുമ്പോൾ പശുവിനെ അങ്ങ് ഒന്ന് കളഞ്ഞാൽ നാളത്തെ പാല് കിട്ടുന്ന അവിടെ കിടക്കട്ടെ. അതാണ് അവിടെ പശുവിനെ കൊല്ലാൻ പാടില്ല എന്നുള്ളതിനുള്ള അന്നത്തെ കാലത്ത് പശു തന്നെയാണ് ധനം. അവൻ്റെ ഭക്ഷണമെല്ലാം പശുവും പാലില്ലാണ്. ഇപ്പം ദിവസം കിട്ടുന്ന പശുവിൻ്റെ പാല് ചിന്തിക്കാതെ വിശക്കുന്നു, എന്നാൽ പിന്നെ പശുവിനെ തട്ടിക്കളയാം. ആ നിലയിൽ വേണം അതിനെ കാണാൻ. പരോക്ഷമായ എൻ്റെ ഈ അഭിപ്രായത്തെ അറിയാതെ വിഷയസുഖങ്ങളിൽ വഞ്ചകന്മാർ ഹിംസയെ കളിയായി കരുതി ഹിംസ ചെയ്യപ്പെട്ട പശുക്കളാൽ ചെയ്യുന്ന യാഗങ്ങളിൽ ഇന്ദ്രാദികളെയും പിതൃക്കളെയും ആരാധിക്കുന്നു. പരോക്ഷമായ എൻ്റെ ഒരു അഭിപ്രായമാണ് ഇത്. എന്ത്? അത്യാവശ്യത്തിന് പശുവിനെല്ലാം വന്നിട്ട് ഉപയോഗിക്കാം. പക്ഷേ ഇതെൻ്റെ പരോക്ഷമായ അഭിപ്രായമാണ്. ഇതറിയാതെ വിഷയസുഖങ്ങളിൽ വഞ്ചകന്മാർ അവനവൻ്റെ സുഖത്തിന് വേണ്ടിയിട്ട് ഹിംസയെ കളിയായി നടക്കും. പണ്ട് കാലത്ത് നായാട്ടിന് പോവുക എന്ന് പറയുന്നത് ഒരു ഹോബിയായിരുന്നു. കണ്ടതിനെല്ലാം കൊന്നുക, കുറച്ച് തിന്നുക, ബാക്കി കളയുക. അത്തരത്തിലുള്ള മിസ്യൂസിനെയാണ് ഇവിടെ എടുത്തു പറയുന്നത്. കളിയായി കരുതി ഹിംസക്കപ്പെട്ട പശുക്കളാൽ ചെയ്യുന്ന യാഗത്തിൽ, എന്നിട്ട് അത് വെച്ച് എന്തെങ്കിലും യാഗം ചെയ്തിട്ട് ഇന്ദ്രനും മറ്റു പിതൃക്കൾക്കും ആരാധിക്കുന്നു എന്ന് പറയുകയാണ്. അതായത് ഇതെല്ലാം ഇന്ദ്രനും ദേവകൾക്കും എല്ലാം ആരാധിക്കാൻ വേണ്ടിയിട്ട് ഇത് പശുക്കളെല്ലാം കൊന്നിട്ട് അവർക്കും കൊടുക്കുന്നുണ്ട് എന്നുള്ളൊരു പരാമർശമാണ്. നമുക്കറിയാലോ, മൃഗബലിയെല്ലാം ഒരു കാലത്ത് ഉണ്ടായിരുന്നു. ഇനി 31 എന്തിനു വേണ്ടിയാണ് ഇതെല്ലാം ചെയ്യുന്നത്? സ്വപ്നതുല്യം കേൾക്കാൻ ഇമ്പമുള്ളതായത്. കേൾക്കാൻ ഇമ്പമുള്ളതാണ് സ്വർഗം. ആ നല്ലൊരു സ്വർഗം. അവിടെ പൂറികളുണ്ട്, അവിടെ പോയ മദ്യപ്പുഴയുണ്ട്. ഇതിങ്ങനെയെല്ലാം സ്വർഗതുല്യം കേൾക്കാൻ പ്രിയമായതും ഇല്ലാത്തതുമായ പരലോകത്തെയും. യഥാർത്ഥത്തിൽ ഇതൊന്നുമില്ല. ഇല്ലാത്തതുമായ പരലോകത്തെയും കാമത്തിനു വേണ്ടിയിട്ട് മനസ്സിൽ സങ്കല്പിച്ചുകൊണ്ട് ഒരു കച്ചവടക്കാരനെ പോലെ ജനം ധനം ചെലവിടുന്നു. ഈ സ്വർഗം കിട്ടാൻ വേണ്ടിയിട്ട് എന്തെല്ലോ യജ്ഞങ്ങൾ മനുഷ്യർ ചെയ്യുകയാണ്. സ്വർഗം കിട്ടാൻ മരിച്ചാൽ എനിക്ക് അവിടെ എത്തണമെന്നും പറഞ്ഞുകൊണ്ട്
32. രജോ തമോ സത്വഗുണങ്ങൾ നിറഞ്ഞ ജനങ്ങൾ. മനുഷ്യരിൽ രജോ ഗുണം എന്ന് പറഞ്ഞാൽ ഊർജ്ജസ്വലരായത്, സത്വഗുണം എന്ന് പറഞ്ഞാൽ ശാന്തമായി നിൽക്കുന്നവർ, തമോ ഗുണം എന്ന് പറഞ്ഞാൽ എല്ലാം നെഗറ്റീവായിട്ട് പിന്തിരിഞ്ഞ ചിന്താഗതിക്കാർ. ഈ ജനങ്ങൾ രജോ തമോ സത്വഗുണങ്ങളുള്ള ദേവതകളെയാണ് ഉപാസിക്കുന്നത്. അവർക്ക് യോജിച്ച ദേവതകളെ ഉപാസിക്കും. അതായത് വല്ലവനെയും തട്ടണം, കൊല്ലണം എന്നുള്ള ചിന്തയും വെച്ച് നടക്കുന്ന മനുഷ്യർ, അവർക്ക് ഭദ്രകാളി, പിശാച്, മറുത, കുട്ടിച്ചാത്തൻ ഇങ്ങനെയാണ് ഇഷ്ടം ദേവതകൾ. ചാമുണ്ടീന, എനിക്ക് കുരുതി കഴിക്കണം. ഈ ഉള്ളിലുള്ള ഈ ദുഷിച്ച പ്രവണതയാണ് പുറത്തേക്ക് വരുന്നത്. കുരുതി കഴിക്കണം. ആരോ കൊല്ലാനുള്ള മനസ്സിൽ താല്പര്യം വെച്ച് കിടക്കുകയാണ്. ആരോ ശത്രുവായിട്ട് അവൻ കൊല്ലണം, അതിന് വേണ്ടിയിട്ട് ഭദ്രകാളിയുടെ അടുത്ത് പോയിട്ട് കുരുതി കൊടുക്കുക. പിന്നെ ഭദ്രകാളി ആകും ചെയ്തിട്ട് ഭദ്രകാളി പോയിട്ട് ഇവനെ കുരുതി കൊടുത്തു. ഇത്തരത്തിലുള്ളവരാണ് കുബേരനെ. ചിലവർക്ക് കുബേരനെയാണ് വേണ്ടത്. ഇവന് കുറേ പണത്തിൻ്റെ മോഹമുണ്ട്, എന്നാൽ പിന്നെ കുബേരൻ കിടക്കട്ടെ. ഇങ്ങനെ ആൾക്കാർ ഓരോന്നും പറഞ്ഞ് നടക്കുകയാണ്. അതേസമയം ഗുണാതീതനായ എന്നെ ഉപാസിക്കുന്നില്ല. എനിക്കൊരു ഗുണവുമില്ല. എന്നെ വിളിച്ചത് കൊണ്ട് ഒരു ഗുണവും കിട്ടാൻ പോകുന്നില്ല. അതുകൊണ്ട് എന്നെ ആരും ആരാധിക്കില്ല. ആരാ പറയുന്ന? കൃഷ്ണനെ. കൃഷ്ണൻ്റെ അമ്പലത്തിലെല്ലാം ഭയങ്കര, ഗുരുവായൂരെല്ലാം ഭയങ്കരമാണ്. പക്ഷെ കൃഷ്ണൻ തന്നെ പറയുന്നത്, അവിടെ പോയിട്ട് എൻ്റെ ഭക്തരെ ഞാൻ ദരിദ്രരാക്കി കഷ്ടപ്പെടുത്തി വീട്ടുകാരെ കൊണ്ടും കളഞ്ഞു കെട്ടിപ്പോകുന്ന അവസ്ഥയിലാക്കിയിട്ടാണ് ഞാൻ അവന് മോക്ഷം കൊടുക്കുന്നതെന്നാണ്. അല്ലാതെ എന്നിൽ നിന്ന് നിങ്ങളൊരു ചുക്കും പ്രതീക്ഷിക്കട്ട. ശ്രീഹരിയിൽ നിന്നും, കൃഷ്ണനിൽ നിന്നും, രാമനിൽ നിന്നും, പരശുരാമൻ, ഇതെല്ലാം വിഷ്ണുവിൻ്റെ അവതാരങ്ങൾ. ഇവരിൽ നിന്ന് ഒരു ചുക്കും കിട്ടാൻ പോകുന്നില്ല. ഇവിടെ തന്നെ പറയാണ്, ഗുണരഹിതനായി എന്നെ ഉപാസിക്കുന്നില്ല. കാരണം ഒന്നും കിട്ടാനില്ല. ഈ ലോകത്തിൽ യാഗങ്ങളെ കൊണ്ട് ദേവതകളെ ആരാധിച്ചു. ദേവതകൾ എന്താണ്? പ്രപഞ്ചത്തിലുള്ള വസ്തുക്കൾ. നമ്മൾ ദേവത എന്ന് പറയുമ്പോൾ ശിവൻ, ബ്രഹ്മാവ് ഇങ്ങനെയല്ലെന്ന് തോന്നിപ്പോകും. ഇതൊന്നുമല്ല ദേവതകൾ. പ്രപഞ്ചത്തിലുള്ള വസ്തുക്കൾ, യാഗങ്ങൾ. എങ്ങനെയാണ് യജ്ഞം ചെയ്യുക? പ്രപഞ്ച വസ്തുക്കൾ ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ കർമ്മങ്ങൾ ചെയ്യും. വലിയ വലിയ മണിമാളികൾ കെട്ടുന്നു, റോഡുകൾ വെട്ടുന്നു, വിമാനങ്ങൾ ഉണ്ടാക്കുന്നു, അലൂമിനിയം എല്ലാം കുഴിച്ചെടുത്ത് വിമാനങ്ങൾ ഉണ്ടാക്കുന്നു. ഇങ്ങനെ യാഗങ്ങൾ, ദേവതകളെ ആരാധിച്ച് ദേവലോകത്തിൽ സുഖം അനുഭവിക്കാം. ഇവിടെ തന്നെയാണ് സുഖം എന്ന് പറയുന്നത്. നേരത്തെ പറഞ്ഞല്ലോ, സുഖം എന്ന് പറയുന്നത് എന്താണ്? ദുഃഖമില്ലാതിരിക്കുന്നത്, അതാണ് സുഖം. നേരത്തെ പറഞ്ഞിട്ടുണ്ട്. അപ്പം ദേവലോകം എന്ന് പറഞ്ഞാൽ ദേവന്മാരുടെ ലോകം തന്നെയാണിത്. ഈ ലോകം തന്നെയാണ് ദേവലോകം. ദേവതകളാൽ ആണ് ഈ ലോകം. കല്ലും മണ്ണും അല്ല ദേവതകളെ. ദേവലോകത്തിൽ സുഖം പ്രാപിക്കും. ആ സുഖം അവസാനിക്കുമ്പോൾ മരിക്കും. മരിച്ചിട്ട് ഈ ലോകത്തിൽ വലിയ കുടുംബത്തിൽ ജനിക്കും. കാരണം നല്ല കർമ്മമാണ് ചെയ്തിരിക്കുന്നത്, മോശമൊന്നുമല്ല. അധ്വാനിച്ചിട്ട് ലോക പുരോഗതിക്കായിട്ട് സുഖിക്കുകയല്ല ചെയ്തിട്ട് ഉള്ളവർ മരിച്ചിട്ട് വലിയ കുലത്തിൽ, നല്ലൊരു കുലത്തിൽ അടുത്ത ജന്മത്തിൽ ജനിക്കും. വലിയ വീട്ടിലെല്ലാം വസിക്കാൻ ചിലപ്പം ഇടവരും. ഇനി 34. സദൃശമായ വേദവാക്കാൽ, സമാനമായ വേദവാക്കാൽ. അതായത് മോഹിപ്പിക്കുന്ന വേദങ്ങളിൽ എന്തുണ്ട്? എല്ലാം ഉണ്ട്. മോഹിപ്പിക്കുന്ന വാക്കുകളാൽ എന്തു പറ്റുന്നു? ആഗ്രഹം മൊത്ത മനസ്സോടുകൂടിയവരായിട്ട് അവർ അഹങ്കാരികളാകും, സ്വാർത്ഥികളുമാകും. ഗർവിഷ്ഠരുമായവ മനുഷ്യർക്ക്
എന്നെ സംബന്ധിച്ച വാക്കുകൾ ഇഷ്ടപ്പെടുന്നില്ല. വേദത്തിൽ എന്നെ പറ്റി പറഞ്ഞിരിക്കുന്ന ആത്മീയ വാക്കുകൾ അതിനകത്തുണ്ട്, അതിഷ്ടപ്പെടില്ല. അവർക്ക് പുഷ്പം പോലെ അവരെ മനസ്സിന് തൃപ്തിപ്പെടുന്ന വാക്കുകളെല്ലാം എടുത്തിട്ട് ഭാഗവതായാലും നമുക്കിഷ്ടപ്പെട്ട അവിടുന്ന് വിടുന്നല്ല എന്തെങ്കിലും എടുത്തിട്ട് അതിൽ ആഗ്രഹങ്ങൾ മൂത്ത് അഹങ്കാരികളായിട്ട് ഗർഭിഷ്ഠരായിട്ട് നടക്കുമ്പോൾ എന്നെ സംബന്ധിച്ച വാക്ക് ഇതിനകത്തുണ്ട്. എന്നെ സംബന്ധിച്ച വാക്ക്, പ്രധാനപ്പെട്ട വാക്കെന്താണ്? എല്ലാത്തിലും ബ്രഹ്മത്തെ ദർശിക്കുക. അതൊന്നും അവർക്ക് ദഹിക്കില്ല. ഇനി 35 കർമ്മം, ബ്രഹ്മം, ദേവത ഇവകളെ വിഷയമാക്കി വേദങ്ങൾ ബ്രഹ്മം തന്നെയാണ് ആത്മാവ് എന്നും അത് സംസാരമല്ല എന്നും പറയുന്നു. ഈ ലോകം, സംസാരം എന്ന് പറഞ്ഞാൽ ഈ പ്രപഞ്ചം, ഈ ലോകം, കാലത്തിനനുസരിച്ച് നീങ്ങുന്ന ഈ ലോകം ബ്രഹ്മമല്ല. പിന്നെയോ കർമ്മത്തെ ബ്രഹ്മമായി കാണുക. ആ ബ്രഹ്മം തന്നെയാണ് ആത്മാവ്. നമ്മുടെ ആത്മാവ് എന്ന് വേദങ്ങൾ എന്തെല്ലാം ഇവിടെയെല്ലാം പറഞ്ഞിട്ടുണ്ടോ അത് ബ്രഹ്മമായി കാണുക. അപ്പം കർമ്മം, ബ്രഹ്മം, ദേവത ഇവകളെ വിഷയമാക്കി വേദങ്ങൾ ബ്രഹ്മം തന്നെയാണ് എല്ലാം എന്ന് പറയുന്നു. കർമ്മം എല്ലാം ബ്രഹ്മം തന്നെയാണ്. എന്നാൽ ഈ സംസാരം എന്ന് പറയുന്നത്, ഈ ഭൗതിക ലോകം എന്ന് പറയുന്നത് ബ്രഹ്മമല്ല. മന്ത്രങ്ങൾ ഗോപ്യമായി പറയുന്ന സ്വഭാവമാണ്. മന്ത്രങ്ങളെല്ലാം വളച്ചു കെട്ടി പറയുന്ന സ്വഭാവമാണ്. അത് തന്നെയാണ് ഗോപ്യമായിരിക്കുവാനാണ് എനിക്കും പ്രിയം. വേദങ്ങൾ എന്നെപ്പറ്റി പറയുന്നത് വളച്ചു കെട്ടിയാണ്, നേരിട്ടല്ല. അങ്ങനെ നേരിട്ടല്ലാതെ ഇരിക്കുവാനാണ് എനിക്കും ഇഷ്ടം. അതായത് നേരായ നിലയിൽ കൃഷ്ണനെ മനസ്സിലാക്കാൻ പറ്റില്ല. അത് കുറച്ച് വളഞ്ഞ ബുദ്ധിയിലൂടെ നമ്മളൊന്ന് സൂക്ഷ്മതലത്തിലൂടെ പോയിട്ട് മനസ്സിലാക്കാൻ ശ്രമിക്കണം. അല്ലാതെ പ്രത്യക്ഷത്തിൽ കാണുന്ന തലത്തിലല്ല വേദങ്ങൾ പറയുന്നത് അതേപോലെ എടുത്തേക്കരുത്. കൃഷ്ണൻ ജനിച്ചു എന്ന് പറയുമ്പോൾ ആ കൃഷ്ണൻ ജനിച്ചിട്ട് കേട്ട ഉടനെ കൃഷ്ണൻ ജനിച്ചു, എവിടെ ഇവിടെ കൃഷ്ണൻ ആരാണെന്ന് നോക്കൂല, ഒന്നുമില്ല. കൃഷ്ണന് 16,008 ഭാര്യമാരോ ഉണ്ട്, നാട്ട് നിറച്ചും പെണ്ണുങ്ങളായിരുന്നു. പക്ഷെ ആ തരത്തിൽ ഞാൻ അതിന് ഗോപ്യമായ അർത്ഥങ്ങളാണുള്ളത്. ആ ഗോപ്യമായിരിക്കാനാണ് എനിക്കും ഇഷ്ടം. വേണ്ടവന് വേണ്ടിയെങ്കിൽ ശരിയായ നിലയിൽ ചിന്തിച്ച് മനസ്സിലായിക്കൊള്ളുക. ഇനി 36 ശബ്ദബ്രഹ്മം. നമ്മൾ ബ്രഹ്മം എന്നത് കൊണ്ട് എന്താണോ അർത്ഥമാക്കുന്നത്, ആ വാക്ക് കൊണ്ട് എന്താണോ അർത്ഥമാക്കുന്നത് അത് രൂപം കൊണ്ടും അർത്ഥം കൊണ്ടും അറിയുവാൻ അസാധ്യമാണ്. അതിനെ രൂപം കൊണ്ട് അല്ലെങ്കിൽ അതിനെ അർത്ഥം വെച്ചിട്ട് മനസ്സിലാക്കാൻ പറ്റിയില്ല. ഋഷികൾക്ക് പോലും ബ്രഹ്മം എന്താണെന്ന് എന്തോന്ന് പ്രപഞ്ചം ഉണ്ടാകുന്നതിന് മുമ്പിലുണ്ടായിരുന്നു, അതാണ് പ്രപഞ്ചമായി മാറിയത്. അത്രയേ അറിയൂ. പ്രാണമയമായ അത് തന്നെയാണ് നമ്മളിൽ തിരിച്ചറിയാൻ പറ്റാത്ത പ്രാണമയമായിട്ട് പരാരൂപത്തിലിരിക്കുന്നത്. പരാസൈൻസ് നമ്മുടെ പ്രാണൻ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വ്യാഖ്യാനിക്കാനെല്ലാം കുറച്ച് പാട് തന്നെ. മനോമയമായിരിക്കുന്നതും അത് തന്നെയാണ്. അത് പശ്യന്തി. എന്താണ് മനസ്സ്? അത് വേറെ രൂപത്തിലിരിക്കുകയാണ്, പശ്യന്തി. മനസ്സെന്താണ് നമ്മൾക്ക് എടുത്ത് കാണിച്ചു തരാൻ പറ്റും. അങ്ങനെയുള്ള രൂപത്തിലാണ് അത്. പിന്നെയോ ഇന്ദ്രമയമായി മധ്യമയായി, അത് മധ്യമമാണ്. ഇന്ദ്രിയങ്ങളായിട്ട് നമ്മൾ ഇന്ദ്രിയങ്ങളുടെ ആക്ട്, ഇന്ദ്രിയം എന്ന് പറഞ്ഞാൽ കണ്ണ് മൂക്ക് എന്നല്ല,
ആ ഒരു സിഗ്നൽ സിസ്റ്റത്തിലൂടെ നമ്മൾ എന്താണ് ഉദ്ദേശിക്കുന്നത്, അത് മധ്യമമാണ്. കുറച്ചുകൂടി മനസ്സിലാക്കാം. ദേശകാലത്തിനനുസരിച്ച്, ദേശകാലത്തിന് ഇല്ലാതെയും അതിന് ദേശവും കാലമായിട്ടൊന്നും ബന്ധവുമില്ല, രഹസ്യമായ അർത്ഥത്തോടു കൂടിയതുമാണ് ആണ്. ഇതെല്ലാം രഹസ്യമായ അർത്ഥമാണ്. ഉദാഹരണമായിട്ട് പ്രാണൻ എന്താണെന്ന് ചോദിച്ചാൽ രഹസ്യമായ അർത്ഥമാണ്. അതിനൊന്ന് കൃത്യമായിട്ടൊന്ന് വ്യാഖ്യാനിച്ചു കൊടുക്കാനൊന്നും പറ്റില്ല. അത് സമുദ്രം പോലെ ബുദ്ധിയാൽ പ്രവേശിക്കാൻ കഴിയാത്തതാണ്. സമുദ്രത്തെ അനന്തമാണ്. അതിൽ പ്രവേശിക്കുക എന്ന് പറയുന്നത്, അതിനെ കീഴടക്കുക എന്ന് പറയുന്നത് സാധ്യമല്ല. അതുപോലെ ബുദ്ധിയാൽ പ്രവേശിക്കാൻ കഴിയാത്തതാണ്. ബുദ്ധി കൊണ്ടതിനെ ഉൾക്കൊള്ളുവാൻ പറ്റില്ല. 37 സർവവ്യാപിയാണത്, അന്തരാമിയായ ശക്തിയാണത്, വികാരരഹിതനാണ്. അതിന് വികാരങ്ങളൊന്നുമില്ല. ഈശ്വരന് അന്തരാമിയാണ്, അന്തമില്ലാത്ത ശക്തിയാണ്. അതിൻ്റെ ശക്തി എത്രയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആർക്കും പറയാൻ പറ്റില്ല. പിന്നെയോ അങ്ങനെ സ്ഥിതി ചെയ്യുന്ന പര എന്നതും, അതിനാണ് പര എന്ന് പറയുന്നത്. താമരത്തണ്ടിലെ നൂല് പോലെ, താമരത്തണ്ടെടുത്തു കഴിഞ്ഞാൽ അതിലെ നൂല് പോലെ പ്രാണികളിൽ നാദരൂപമായി ബുദ്ധിമാന്മാരാൽ കണക്കാക്കപ്പെടുന്നു. ബുദ്ധിമാന്മാരതിനെ താമരയിലെ തണ്ടിലെ നൂല് പോലെ സൂക്ഷ്മമായ നാദരൂപമായിട്ട് അതിനെ മനസ്സിലാക്കുകയാണ്. നാദം എന്ന് പറയുമ്പോൾ ശബ്ദം, ഊർജം, അതൊരു പ്രത്യേകതരം ഊർജമാണ്. അതിങ്ങനെ പ്രവഹിക്കുന്നുണ്ട്. ഊർജം പ്രവഹിക്കുകയാണ്. 4 രൂപത്തിലല്ലേ ഊർജം പ്രവഹിക്കുക. ഇങ്ങനെ ഫിസിക്സ് എല്ലാം പഠിച്ചവർക്ക്, കമ്മ്യൂണിക്കേഷൻ സിസ്റ്റം അറിയുന്നവർക്ക് മനസ്സിലാവും. അതുപോലെ താമരേൻ്റെ തണ്ടിലെ നാല് പോലെ ഒരു തരംഗ രൂപത്തിൽ, നാദരൂപത്തിൽ അതങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. അതിന് ആ രൂപത്തിൽ ആര് മനസ്സിലാക്കുന്നു? ബുദ്ധിയുള്ള ബുദ്ധിമാന്മാർ മനസ്സിലാക്കുന്നു. അത്തരത്തിലേ മനസ്സിലാക്കാൻ പറ്റും. 38, 39, 40, 41 ചിലന്തി തൻ്റെ ഹൃദയത്തിൽ നിന്ന്, ഒരു ചിലന്തി തൻ്റെ ഹൃദയത്തിൽ നിന്ന് എടുത്തിട്ട് വായ വഴി നൂലിനെ ഛർദ്ദിക്കുന്നു. വായ വഴി നൂലിനെ ഛർദ്ദിക്കുന്നത് പോലെ പ്രാണനായ ഹിരണ്യഗർഭനായും ആദ്യം ആ ബ്രഹ്മത്തിൽ നിന്ന് അതൊരു ഹിരണ്യഗർഭമായി പുറത്തേക്ക് വന്നു. ആദ്യം ഉണ്ടാകുന്ന ആ ബ്രഹ്മത്തിൽ നിന്നൊന്ന് ഇങ്ങനെ പുറത്തേക്ക് വന്നു. ചിലന്തിയിൽ നിന്ന് നൂല് വരുന്നത് പോലെ. അത് തന്നെയാണ് വേദസ്വരൂപി. ജ്ഞാനം എന്ന നിലയിൽ സയൻസ് രൂപത്തിലാണ് ആദ്യം അത് പ്രവഹിച്ചത്. കാരണം സയൻസിലൂടെയാണ് പ്രപഞ്ചമുണ്ടായിരിക്കുന്നത്. അപ്പം അതെന്താണ്? സയൻസ് രൂപത്തിൽ, വേദരൂപത്തിൽ, ജ്ഞാനരൂപത്തിൽ പ്രവഹിച്ചു. അത് പ്രകൃത്യ അമൃതമയവും അമൃതിന് സമാനമാണ്. സർവശക്തനുമായ ഭഗവാൻ, ആ ഈശ്വരൻ സർവശക്തനുമാണ്. ആ സർവശക്തനിൽ നിന്നാണ് ഈ ചിലന്തിയുടെ വയറ്റിൽ നിന്ന് വായിലൂടെ പുറത്തേക്ക് വന്നതുപോലെ, നൂല് വന്നതുപോലെ ബ്രഹ്മത്തിൽ നിന്നും പുറത്തേക്ക് ഹിരണ്യഗർഭമായി വന്നു. അതിൻ്റെ കൂടെ സയൻസും പുറത്തേക്ക് വന്നു. അത് സർവശക്തനുമായ ഈശ്വരനിൽ നിന്നാണ് വന്നത്. നാദത്താൽ കാ മുതൽ മാ വരെയുള്ള വർണ്ണങ്ങളെ നിരൂപണം ചെയ്യുന്നു. അക്ഷരരൂപത്തിലാണ് അത് പുറത്തേക്ക്. ആദ്യം എന്താണ്? വേദങ്ങൾ ഉണ്ടാണെങ്കിൽ അക്ഷരങ്ങൾ ഉണ്ടാകണം.
സയൻസ് ഉണ്ടാകണമെങ്കിൽ, സയൻസ് പ്രകടിപ്പിക്കണമെങ്കിൽ അക്ഷരങ്ങൾ വേണം. സയൻസ് അല്ലാതെ ഇങ്ങനെ വരാൻ പറ്റില്ലല്ലോ. സയൻസ് ഏത് രൂപത്തിലാണ് വരുന്നത്? നമ്മുടെ നാട്ടിലെ മലയാള അക്ഷര രൂപത്തിൽ വരും. വിദേശികൾ ഇംഗ്ലീഷിലോ ഫ്രഞ്ചിലോ ചൈനീസിലോ റഷ്യയിലോ എല്ലാ രൂപത്തിലാണ്. അപ്പോൾ അക്ഷരമുണ്ടെങ്കിലേ സയൻസിന് വെളിയിൽ വരാൻ പോകും. അതുകൊണ്ട് ആ മുതൽ കാ മുതൽ മാ ഓങ്കാരത്തിൻ്റെ അക്ഷരങ്ങളാണ്. വർണ്ണങ്ങളെ നിരൂപണം ചെയ്യുന്ന മനസ്സ് എന്ന നിമിത്തം കൊണ്ട് ഹൃദയത്തിലെ ഓങ്കാരത്തിൽ നിന്നും കവർഗം മുതൽ പവർഗം വരെയുള്ളത് പുറത്തേക്ക് വന്ന അക്ഷരങ്ങൾ. അക്ഷരങ്ങളാണ് നമ്മൾ പഠിക്കുമ്പോൾ ആദ്യം അക്ഷരമല്ലേ പഠിക്കുന്നത്, ഇതിൻ്റെ വിഷയം പഠിക്കും, സയൻസ് പഠിക്കും. അപ്പം ആദ്യം എന്ത് വരണം? അക്ഷരങ്ങൾ വരണം. ഇപ്പം കാവർഗം മുതൽ പാവർഗം ഓങ്കാരത്തിൽ നിന്ന് തുടങ്ങി ഹൃദയത്തിൽ നിന്നും ഓങ്കാരമായി പുറത്തേക്ക് വന്നു. ഓങ്കാരത്തിലൂടെയാണ് സൃഷ്ടിക്രമം തുടങ്ങുന്നത്. അതെല്ലാം പണ്ട് വിവരിച്ചിട്ടുണ്ട്, അതുകൊണ്ട് ഇവിടെ ആവർത്തിക്കുന്നില്ല. പിന്നെ അക്ഷരങ്ങളുണ്ടായി. കാ തൊട്ട് പാവർഗം വരെയുള്ളത് വന്നു. അങ്ങനെ 25 അക്ഷരങ്ങളും ആ മുതൽ വരെയുള്ള 16 സ്വരാക്ഷരങ്ങളും വന്നു. പിന്നെ യാ രാ ല വ എന്ന ഊഷ്മാക്കളും പിന്നെയോ ഷാ ഷാ സാഹ എന്ന അന്തസ്ഥങ്ങളും ഇവയാൽ അലങ്കൃതമായിട്ട്, അപ്പൊ അക്ഷരങ്ങളിലൂടെയാണ് വേദരൂപത്തിൽ ജ്ഞാനം പുറത്തേക്ക് വന്നത്. ഇനി വേദത്തെ വ്യാഖ്യാനിക്കാൻ എന്തും വേണം? ഛന്ദസ്സും വേണം. അതുകൊണ്ട് ഗായത്രി, ഉഷ്ണിക്ക്, അനുഷ്ഠൂപ്, ബൃഹതി, പങ്ക്തി, ത്രിഷ്ടൂപ്, ജയന്തി, അനുഛന്ദസ്, അത്യഷ്ടി, അതിജഗതി, വിരാട് എന്ന ഇത്തരത്തിലുള്ള ഛന്ദസ്സുകളും അതിൻ്റെ കൂട്ടത്തിൽ പുറത്തു വന്നു. അങ്ങനെയുള്ള അനന്തമായ വേദത്തെ, അനന്തം എന്ന് പറഞ്ഞാൽ പ്രപഞ്ചത്തിലുള്ള എല്ലാ ശാസ്ത്രങ്ങളും അറിയുന്നതാണ്. അത് അനന്തമാണ്, ജ്ഞാനത്തിനും അറ്റമില്ലാത്തത്ര ആ വേദജ്ഞാനം ഞാൻ ഹൃദയകോശത്തിൽ നിന്നും സൃഷ്ടിച്ചു. എൻ്റെ ഹൃദയത്തിൽ നിന്നും വിരാട രൂപത്തിൽ നിന്നാണ് അത് പുറത്തേക്ക് വന്നത്. നാൽപ്പത്തിരണ്ടിലെ കാമകാണ്ഡങ്ങളിൽ വിധിവാക്യങ്ങളാൽ ഏതിനെ വിധിക്കുന്നുവോ, കർമ്മകാണ്ഡത്തിലൂടെ വിധിവാക്യങ്ങളാൽ ഏതിനെ വിധിക്കുകയാണ്? ബ്രഹ്മത്തെ തന്നെയാണ് വിധിക്കുന്നത്. ദേവതാകാണ്ഡത്തിൽ മന്ത്രങ്ങൾ ഏതിനെ പ്രകാശിപ്പിക്കുന്നു? ദേവതാകാണ്ഡത്തിൽ മന്ത്രങ്ങളിലൂടെ ഏതിനെയാണ് പ്രകാശിപ്പിക്കുന്നത്? വേദങ്ങൾ ബ്രഹ്മത്തെ തന്നെയാണ് പ്രകാശിപ്പിക്കുന്നത്. ജ്ഞാനകണ്ഠത്താൽ ഏതിനെ തർജ്ജിമ ചെയ്ത് വികല്പം ചെയ്യുന്നു? ജ്ഞാനകാണ്ഡത്താൽ അറിവിനാൽ ഏതിനെയാണ് തർജ്ജിമ ചെയ്ത് വികല്പം ചെയ്യുന്നത്? നമുക്ക് വ്യക്തമായിട്ട് വിവരിച്ചു തരുന്നത് അതെന്താണ്? ബ്രഹ്മം. ആ വേദവാക്കിൻ്റെ താല്പര്യത്തെ അത് എന്നെയല്ലാതെ വേറെ ഒന്നിനെ പറ്റിയല്ല അതിൽ പറയുന്നത്. വേദത്തിൽ എന്തെല്ലാം പ്രകീർത്തിക്കപ്പെട്ടിട്ടുണ്ടോ അതെല്ലാം എന്നെ പറ്റിയാണ്, അല്ലാതെ വേറെ ഒന്നിനെ പറ്റിയും അല്ല. അവിടെ അഗ്നിയെപ്പറ്റി പറഞ്ഞു കഴിഞ്ഞാലും ആ അഗ്നി ആരാണ്? ഞാൻ തന്നെയാണ്. അവിടെ രുദ്രനെ പറ്റി പറഞ്ഞാലും ആ രുദ്രനാരാണ്? ഞാൻ തന്നെയാണ്. അവിടെ എന്തെല്ലാം പ്രകാശിക്കുന്നുണ്ടോ, എന്തെല്ലാം അർത്ഥങ്ങൾ കിട്ടുന്നുണ്ടോ അതെല്ലാം ഞാനല്ലാതെ വേറെ ഒന്നും അതിൽ ഇല്ല. ഇനി 43 പറയുകയാണ്, കർമ്മകാണ്ഡത്തിൽ എന്നെ തന്നെയാണ് യജ്ഞരൂപമായി വിധിക്കുന്നത്. കർമ്മകാണ്ഡത്തിൽ എന്ത് ചെയ്യുന്നതും എനിക്കായിക്കൊണ്ടാണ് ചെയ്യുന്നത്. വേദത്തിൽ എന്തും കർമ്മകാണ്ഡത്തിൽ ചെയ്യുന്നുണ്ടെങ്കിൽ അത് എനിക്കായിട്ടുള്ളതാണ്.
ദേവത കാണ്ഡത്തിൽ ദേവതാരൂപിയായതും ഞാൻ തന്നെ. ദേവതാ കാണ്ഡത്തിൽ വേദങ്ങളിൽ ദേവതകളെ പറ്റിയല്ല പറഞ്ഞിരിക്കുന്നത്. അഗ്നി, ജലം, വായു ഇതിനെല്ലാം പറ്റിയല്ല പറയുന്നത്. ആ ദേവതാരൂപിയായതും ഞാൻ തന്നെയാണ്. ഞാൻ തന്നെയാണ് അവിടെ അഗ്നിയായിട്ടും ജലമായിട്ടും എല്ലാം വന്നിരിക്കുന്നത്. ആ ജലത്തെയെല്ലാം വിവരിക്കുന്നത് എന്നെ തന്നെയാണ് അതുകൊണ്ട് വിവരിക്കുന്നത്. ആകാശാദികളെയെല്ലാം, ഈ പ്രപഞ്ചത്തിലെ ആകാശാദികളെ എന്നാണ് ഈ പ്രപഞ്ചം മുഴുവൻ. 7-14 ലോകം അടങ്ങിയതാണ് ആകാശം. ആകാശത്തിൻ്റെ ഒരു ഭാഗമാണ് നമ്മൾ. ആ ആകാശവാദികളെയെല്ലാം അവസാനം എന്ത് ചെയ്യുന്നുണ്ട്? നിഷേധിക്കുന്നുണ്ട്. ആ നിഷേധിക്കുന്നതും എവിടെയാണ് എത്തിച്ചേരുന്നത്? നിഷേധിച്ചിട്ട് എന്നിൽ തന്നെയാണ് എത്തിച്ചേരുന്നത്. പിന്നെയോ വേദം എന്നത് പരമാർത്ഥമായ എന്നെയാണ് ആശ്രയിക്കുന്നത്. വേദത്തിലുള്ള എല്ലാ ജ്ഞാനവും പരമാർത്ഥമായിരിക്കുന്നത് അവിടെ എന്തിനെപ്പറ്റി പറഞ്ഞിരിക്കുന്നുണ്ടെങ്കിലും അവസാനം എല്ലാം എന്നിൽ നിന്നാണ് ഉണ്ടായിരിക്കുന്നത്. അതുകൊണ്ട് പരമാർത്ഥമായിരിക്കുന്നത് എന്നെപ്പറ്റി തന്നെയാണ് അതിൽ പറഞ്ഞിരിക്കുന്നത്. എന്നിട്ട് അതിൽ കൂടെ ഞാൻ പരതായിട്ട് ഭേദമായിട്ട് കാണുന്നുണ്ടെങ്കിലും, അങ്ങനെ ഞാനാണ് ഈ എല്ലാത്തിലുള്ളതെങ്കിലും ഇവിടെ പ്രപഞ്ചത്തിൽ നമ്മൾ നോക്കുമ്പോൾ പല ഭേദഭാവങ്ങളിലാണ് കാണുന്നത്. അതെല്ലാം മായയിൽ സംഭവിച്ചതാണെന്നും വേദം പറയുന്നു. വേദം അവിടെ എന്താണ് എടുത്തു പറയുന്നത്? ഇതെല്ലാം പല ഗുണങ്ങളായിട്ട് പല വസ്തുക്കൾ നമ്മൾ കാണുന്നുണ്ടെങ്കിൽ അതെല്ലാം ആ ശക്തിയുടെ മായയാൽ സംഭവിച്ചതാണെന്നും അതുകൊണ്ട് അതിനെ നിഷേധിക്കുകയുമാണ്. അതെല്ലാം മായയാണ്. അതുകൊണ്ട് ഇതൊന്നും യഥാർത്ഥത്തിലില്ല. യഥാർത്ഥത്തിലുള്ളത് ആ ബ്രഹ്മം തന്നെയാണെന്ന് ഒടുവിൽ നിഷേധിച്ചുകൊണ്ട് അതിനെ നിഷേധിക്കുകയാണ്. അങ്ങനെ അതെന്ത് ചെയ്യുന്നു? ഉണ്ടാക്കിയ പ്രപഞ്ചത്തെ, ഈ വ്യാപാരത്തെ അവസാനിപ്പിച്ചുകൊള്ളും. എപ്പോൾ? പ്രളയ സമയത്തിൽ ഇതിനെയെല്ലാം നിഷേധിച്ചിട്ട് ഇതെല്ലാം ബ്രഹ്മം തന്നെയാണെന്ന് പറഞ്ഞുകൊണ്ട് അവസാനം ഈ ലോകം എന്തായിത്തീരും? പണ്ട് വയറ്റിൽ നിന്ന് ഒരു നൂല് വരുന്ന മാതിരി പ്രപഞ്ചമുണ്ടായിട്ട് അവസാനം ഇതിനെയെല്ലാം ഇങ്ങനെ എന്തെല്ലാമായിട്ട് മാറിയോ അതിനെയെല്ലാം അവസാനം എന്തായിട്ട് പറയും? മായയാണെന്ന് പറഞ്ഞ് ഇതെല്ലാം നിഷേധിച്ചിട്ട് അവസാനം എന്ത് ചെയ്യുന്നു? വിരമിക്കുന്നു. വ്യാപാരമെല്ലാം അവസാനിപ്പിച്ചിട്ട് വിരമിക്കുന്നു. എവിടത്തേക്ക് വിരമിക്കുന്നു? ബ്രഹ്മത്തിൽ തന്നെ ഈ പ്രപഞ്ചം പോയിട്ട് വേദത്തിൽ എന്തിനെയെല്ലാം പറ്റി വിവരിച്ചിട്ടുണ്ടോ അതെല്ലാം അവസാനം ബ്രഹ്മത്തിൽ പോയി ലയിക്കുന്നു. ഇതാണ് വേദത്തിൻ്റെ ആകെ സാരാംശം എന്ന് പറഞ്ഞു വെക്കുകയാണ്.